Hi dear friends, welcome to new video. Business professional business skill, chapter 2, third semester BCom, professional business skill. So നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യമായിരുന്നു ലേണിംഗ് എന്ന് പറയുന്നത്. ലേണിംഗ് പ്രോസസ്സിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ലേണിംഗ് എന്താണ്, അതിന്റെ പ്രത്യേകതകളും മറ്റുള്ള കാര്യങ്ങളും. ലേണിംഗ് മീൻസ് ഇലക്ട്രോണിക് ലേണിംഗ് എന്നുള്ള കാര്യമാണ് പറഞ്ഞത്. ഇലക്ട്രോണിക് ലേണിംഗ് എന്ന് പറയുന്നതിന്റെ അർത്ഥം നമുക്കറിയാം, ഇലക്ട്രോണിക്കലി നമ്മൾ പഠിക്കുക എന്നുള്ളതാണ്. അപ്പൊ അതുമായി ബന്ധപ്പെട്ടൊരു കാര്യം തന്നെയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഡിജിറ്റൽ ഏജ് ലേണേഴ്സ്. എന്താണ് ഡിജിറ്റൽ ലേണേഴ്സ് എന്ന് പറഞ്ഞാൽ? എന്താ ഡിജിറ്റൽ ലേണേഴ്സ്? എന്തായിരിക്കും ഡിജിറ്റൽ ലേണേഴ്സ് എന്ന് പറയുന്നത്? നമ്മളിന്ന് ജീവിക്കുന്നത് ഒരു ഇൻഫോർമേഷൻ ഏജിലാണ്. നമ്മളെല്ലാവരും we should be on internet every time, mostly. See, most of the time we spend in your phone or your computer or something like that. എല്ലാ കാര്യങ്ങളും അങ്ങനെയാണ്. നമ്മൾ തന്നെ അറിയുന്നില്ല എത്ര സമയം നമ്മൾ ഇന്റർനെറ്റിൽ അല്ലെങ്കിൽ ഓൺലൈനിലാണ് എന്നുള്ളത്. കാരണം നമ്മൾ ചെക്ക് ചെയ്ത് നോക്കിയാൽ, ഒരു ദിവസം നമ്മൾ വെരിഫൈ ചെയ്ത് നോക്കിയാൽ നമുക്കത് അറിയാൻ പറ്റും. ഹൗ മെനി ടൈം വി ആർ സ്പെൻഡിങ് ഓൺ ദാറ്റ്. വെറുതെ ചുമ്മാ സ്പെൻഡ് ചെയ്യുന്ന കേസും പറയാം. വെറുതെ നമ്മൾ എത്ര സമയം സ്പെൻഡ് ചെയ്യുന്നു എന്ന് നമുക്കറിയാം. അപ്പൊ ഈ വന്ന് നമ്മുടെ മക്കള് അല്ലെങ്കിൽ നമ്മള് കൂടുതലും ഉള്ളത് എവിടെ തന്നെയാണ്? ഇന്റർനെറ്റ് തന്നെയാണ്. കാരണം നമ്മൾ പുസ്തകം എടുത്ത് നോക്കുന്നതിനേക്കാളും എത്രയോ കൂടുതൽ സമയം നമ്മൾ മൊബൈലിലോ, കാരണം നമുക്ക് ഒരു ടയർഡ്നെസ്സോ ഒരു പ്രശ്നങ്ങളോ നമുക്ക് ഫീൽ ചെയ്യാറില്ല എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ ഫീൽ ചെയ്യാത്ത ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാകുമ്പോൾ നമ്മളെ പഠനവും ആ ഒരു ലെവലിലേക്ക് മാറ്റുന്നതല്ലേ നല്ലത് എന്നുള്ളതാണ്. ഓക്കെ, നിയറസ്റ്റ് ആയിട്ട് നമ്മൾ കേട്ടൊരു ന്യൂസ് ആണോ, സപ്പോസ് ഓക്കെ, നമ്മൾ പഠിക്കാനുള്ള കാര്യങ്ങൾ ഒരു സിനിമ രൂപത്തിൽ നമുക്ക് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ആ മക്കള് ചിലപ്പം 2 മണിക്കൂറോ 3 മണിക്കൂറോ കൊണ്ടോ അത് അവരുടെ മനസ്സിൽ പിക്ചറൈസ് ചെയ്യാൻ നമുക്ക് പറ്റില്ലേ എന്ന്. അതുപോലെ തന്നെയാണ് ഇന്ന് നമ്മുടെ എക്കോണമിയിൽ ഇന്റർനെറ്റ് എന്ന് പറയുന്നതിന്റെ ഉടലെടുപ്പോടുകൂടി ഇന്റർനെറ്റ് യൂസ് ചെയ്യാത്തതായിട്ട് ആരുമില്ല എന്നുള്ള. ഇന്നത്തെ കാലത്ത് നമ്മളെ മൊബൈൽ ഫോണുകളോ അല്ലെങ്കിൽ ലാപ്ടോപ്പുകളോ അല്ലെങ്കിൽ ടെക്നോളജിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളോ ഉപയോഗിക്കാത്ത മക്കള് എവിടെയെങ്കിലും നമുക്ക് കാണാൻ പറ്റും. സോ വളരെ റെയർ ആണ്. കാരണം ഒന്നാമത് ഇപ്പോഴത്തെ സ്ഥിതിയിൽ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലേക്ക് മാറി എന്ന് പറയുമ്പോൾ അതിന്റെ പ്രത്യേകത നമുക്ക് അറിയാൻ പറ്റും. അപ്പൊ നമ്മൾ ജീവിക്കുന്നത് ഒരു ഇൻഫർമേഷൻ ഏജിലാണ്. നമ്മൾ ജീവിക്കുന്നത് നമ്മള് ഡെഫിനറ്റ് ആയിട്ടും ജീവിക്കുന്നത് ഒരു ഇൻഫർമേഷൻ ഏജിലാണ്, അല്ലേ? തീർച്ചയായും ഒരു ഇൻഫർമേഷൻ ഡിജിറ്റൽ ഏജിലാണെന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ എല്ലാ കാര്യങ്ങളും, ഈവൻ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ അടക്കമുള്ള കാര്യങ്ങൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ ഈ പറയുന്ന ഓൺലൈൻ ലെവലിലേക്ക് കമ്പ്യൂട്ടറൈസ്ഡ് ആയിട്ടുള്ള ടെക്നോളജിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ യൂസ് ചെയ്യുന്നതിലേക്ക് മാറിയെങ്കിൽ നമ്മുടെ പഠനവും പഠന രീതികളും നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? മാറ്റേണ്ടി വരും. അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്നുള്ളതാണ്. അപ്പൊ എന്താണ് ഡിജിറ്റൽ ലേണിംഗ് എന്ന് പറഞ്ഞാൽ? ഡിജിറ്റൽ ലേണിംഗ് എന്ന് പറയുന്നത് ഇസ് എനി ടൈപ്പ് ഓഫ് ലേണിംഗ് that is accompanied by technology or by instructional practice that may effective use of technology. നമ്മൾ ടെക്നോളജിനെ യൂസ് ചെയ്തിട്ട് നമ്മൾ പഠിക്കുക. ടെക്നോളജിയെ യൂസ് ചെയ്തിട്ട് ഒരുപാട് രീതിയിലുള്ള ടെക്നിക്സും ടെക്നോളജീസും നമ്മുടെ എക്കോണമിയിൽ അവൈലബിൾ ആണ്. അപ്പൊ ഇതില് ഏതെങ്കിലും ഒരു ടെക്നോളജി ഉപയോഗിച്ചിട്ട് നമ്മൾ പഠിക്കാനോ അഭ്യസിക്കാനോ വേണ്ടിയിട്ട് ഈ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ചുരുക്കി പറയാൻ പറ്റും ഡിജിറ്റൽ ലേണിംഗ് എന്താണെന്നുള്ളത്.
This is called, it is a type of learning that is accompanied by technology or by instructional practice that make effective use of technology. This is it. This is called digital learning. കാരണം നമ്മൾ ജീവിക്കുന്നത് ഡിജിറ്റൽ ഏജിലാണ്, അല്ലെങ്കിൽ ഇൻഫർമേഷൻ ഏജിലാണ്. അതുപോലെ തന്നെ നമ്മളൊക്കെ ഒരു നെറ്റ് ജനറേഷൻ ആണെന്ന് തന്നെ പറയുന്നത്, അല്ലേ? അങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്കി നിങ്ങൾ, നമ്മളെ നെറ്റ് ജനറേഷൻ അല്ലേ? That means every second we should be on why can say online. ഫുൾ ടൈം നമ്മൾ ശരിക്കും എന്തിന്റെ മുന്നിലാണ് ഇന്നത്തെ യുഗത്തില് നമ്മൾ ജീവിക്കുന്നത്? തീർച്ചയായും വൈകൻസെ മൊബൈലിന്റെയും ഇന്റർനെറ്റിന്റെയും വൈകൻസെ ടെക്നോളജിയുടെയും കൂടെയാണ്. അപ്പൊ പുതിയ ടെക്നോളജികളും പുതിയ ഇൻഫർമേഷൻസും പുതിയ രീതികളൊക്കെ, പുതിയ കൾച്ചറൊക്കെ നമുക്ക് ഉണ്ടായി വന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരു ജനറേഷൻ, ഇന്നത്തെ കാലത്തെ മക്കളെ നമ്മൾ വിളിക്കുന്ന പേര് നെറ്റ് ജനറേഷൻ എന്നാ, ഇന്റർനെറ്റ് ജനറേഷൻ എന്നാ. IT യുഗം ആണിത്, അല്ലെ? IT യുഗം അല്ലെ? IT യുഗം എന്ന് പറയുന്നത് ഇന്റർനെറ്റിന്റെ ഉടലെടുപ്പോട് കൂടി വന്നതാണ്. അപ്പൊ അതേപോലെ തന്നെ ഇന്ന് നമ്മൾ ജീവിക്കുന്നത് ശരിക്കും നെറ്റ് ജനറേഷൻ ആണെന്ന് പറയാം. നമ്മളെ മക്കളൊക്കെ കൂടുതലും വൈകൻസി ഇന്റർനെറ്റിനെയും അതുപോലെ തന്നെ ഓൺലൈൻ ക്ലാസ്സുകളെയും ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളെയും വൈകൻസി സൂചിപ്പിക്കുന്ന, അല്ലെങ്കിൽ അത് യൂസ് ചെയ്യാൻ താല്പര്യപ്പെടുന്ന ആളുകളാണ് എന്നുള്ളത് തന്നെയാണ്. അപ്പൊ എന്താണ് ഡിജിറ്റൽ ലേണിംഗ് എന്ന് ഞാൻ പറഞ്ഞു? വൈകൻസി ടെക്നോളജിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഉപയോഗിച്ചിട്ട് പഠിക്കുക എന്നുള്ളതാണ്, അതും ഇന്റർനെറ്റിന്റെ സഹായത്തോടു കൂടി. അപ്പൊ ഇതിന് ബേസിക്കലി നമുക്ക് വേണ്ട കാര്യം എന്ന് പറയുന്നത് നമുക്ക് വേണ്ട നമുക്ക് വേണ്ട കാര്യങ്ങൾ, ഡിജിറ്റൽ ലേണേഴ്സ് എന്ന് പറയുന്നത്, നമ്മൾ പറഞ്ഞു എന്താണ് ഡിജിറ്റൽ ലേണേഴ്സ് എന്ന് പറഞ്ഞാല്, വൈകൻസി ഇതിനെ നമ്മൾ പോസിറ്റീവായിട്ട് ഉപയോഗിക്കുന്ന ആളുകളുണ്ട്, നെഗറ്റീവായിട്ട് ഉപയോഗിക്കുന്ന ആളുകളുണ്ട്. എല്ലാ കാര്യങ്ങളും എന്തിലൂടെ? ഓൺലൈനിലൂടെ നമ്മൾ പഠിക്കുക എന്നുള്ളതാണ് ഇവിടെ ഉദ്ദേശിച്ചത്. അപ്പൊ അതിന് ഒരുപാട് മാർഗങ്ങളുണ്ട്, ആ മാർഗങ്ങളെ കുറിച്ച് നമ്മൾ പറയും. ഓക്കെ, അത് പറയാനുള്ളതാണ്. അപ്പൊ ഈവൻ ഒരു ഡിജിറ്റൽ ലേണർ ആരാണെന്ന് പറഞ്ഞു? ഡിജിറ്റൽ ടെക്നോളജി ഉപയോഗിച്ചിട്ട് ഇന്റർനെറ്റിന്റെ സഹായത്തോടു കൂടി പഠിക്കുന്ന ആളുകളെ, പഠനവുമായി ബന്ധപ്പെട്ട പഠിപ്പിക്കലോ ആവട്ടെ, എങ്ങനെയാണെന്നുണ്ടെങ്കിലും അതിന് ഇന്റർനെറ്റിന്റെയും ടെക്നോളജിയുടെയും ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ, ഇന്റർനെറ്റിനെയും ടെക്നോളജിയും ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം അദ്ദേഹം എന്താണ്, അല്ലെങ്കിൽ ആ വ്യക്തി ഒരു ഡിജിറ്റൽ ലേണർ ആണ് എന്ന് പറയാം. അങ്ങനെയുള്ള ഒരു ഡിജിറ്റൽ ലേണർക്ക് ബേസിക്കലി വേണ്ട 2 സ്പെഷ്യാലിറ്റികളുണ്ട്. ഒന്ന് ഡിജിറ്റൽ ലിറ്ററസി വേണം. ഏതൊക്കെ സോഴ്സുകളാണ് ഡിജിറ്റലി നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് അവൈലബിൾ ആയിട്ടുള്ളത് എന്നുള്ളതും, അതേപോലെ തന്നെ അതിനെക്കുറിച്ചുള്ള ഒരു അവബോധം, ലിറ്ററസി വേണം. ലിറ്ററസി മീൻസ് സാക്ഷരത എന്ന് നമുക്ക് പറയാം. ഡിജിറ്റൽ ലിറ്ററസി എന്ന് പറയുമ്പോൾ ഏതൊക്കെ പ്ലാറ്റ്ഫോമിലൂടെ നമുക്ക് പഠിക്കാൻ പറ്റുന്നു, എങ്ങനെയൊക്കെ അത് യൂസ് ചെയ്യാനും, അറ്റ്ലീസ്റ്റ് ബേസിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ. ശരിക്ക് ലിറ്ററസി എന്ന് പറയുന്നത് എഴുതാനും വായിക്കാനും അറിയുക എന്നുള്ളതാണ്. ആ ലാംഗ്വേജ്, അവർ താമസിക്കുന്ന ഏരിയയിലുള്ള ലാംഗ്വേജ് വായിക്കാനും എഴുതാനും അറിയുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇത് യൂസ് ചെയ്യാനും അത് മനസ്സിലാക്കാനുള്ള ഒരു കപ്പാസിറ്റി ഒരാൾക്ക് ഉണ്ടെങ്കിൽ നമുക്ക് അയാൾ എന്തെന്ന് പറയാം? അയാൾക്ക് ഡിജിറ്റൽ ലിറ്ററസി ഉണ്ട് എന്ന് പറയാം. ഓക്കെ, ഇറ്റ്സ് എ സ്കിൽ. necessary skill for digital learner to become more autonomous and empowered in the digital era. അല്ലെ? ഈ കാലഘട്ടത്തില് ഡിജിറ്റൽ എറയില് നമുക്ക് വേണ്ട, നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. അപ്പൊ നമ്മൾ ടീച്ചേഴ്സ് ആണെങ്കിലും നമ്മളെ സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിലും ആ ഒരു പ്ലാറ്റ്ഫോമുകളിലേക്ക് നമ്മൾ മാറണം. അതിന് വേണ്ട സൗകര്യങ്ങളും ടെക്നോളജിയും, അല്ലെങ്കിൽ അതിന് വേണ്ട ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ സിസ്റ്റംസ് ഒക്കെ നമ്മൾ അപ്ലോഡ് ചെയ്യണം, അപ്ഡേറ്റ് ചെയ്യണം. അങ്ങനെ ആകുമ്പോൾ നമുക്ക് അതിൽ ഡിജിറ്റൽ ലിറ്ററസി ഉണ്ട് എന്ന് തന്നെ പറയാം. അതുപോലെ തന്നെ ഡിജിറ്റൽ ഫ്ലുവൻസി എന്ന് പറയുന്നതും ഇതുമായി ബന്ധപ്പെട്ട കാര്യം തന്നെ. ദാറ്റ് മീൻസ് ഒരു സ്റ്റെക്കും മറ്റുള്ള കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക? നമ്മളുടെ ഇന്റർനെറ്റിനെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുമോ എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് ഡിജിറ്റൽ ഫ്ലുവന്റ് ആവണം എന്ന് പറഞ്ഞാൽ മസ്റ്റ് ബി ഏബിൾ ടു എക്സ്പ്രസ് ദ ഐഡിയ എഫക്റ്റീവ്ലി ത്രൂ ദ ഡിജിറ്റൽ മീഡിയ. ഞാൻ ഇംഗ്ലീഷിൽ ഫ്ലുവന്റ് ആണെന്ന് പറയുന്നത് എനിക്ക് ഇംഗ്ലീഷിൽ നല്ലപോലെ സംസാരിക്കാൻ പറ്റുന്നു എന്നുള്ളത് കൊണ്ടാണ്. ഈവൻ
നിങ്ങൾ ഡിജിറ്റൽ ഫ്ലുവൻസി ഉണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമില് നിങ്ങളുടെ ഐഡിയാസും നിങ്ങളുടെ കാര്യങ്ങളും നല്ല പോലെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ്. നോർമൽ ക്ലാസ് റൂമിനപ്പുറത്ത് നിന്ന് നിങ്ങൾ മീഡിയയുടെ മുന്നിലേക്ക് വരുമ്പോൾ, നിങ്ങൾ വീഡിയോസിന്റെ മുന്നിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഭാവവ്യത്യാസം ഫീൽ ചെയ്യാത്ത രീതിയിൽ അങ്ങനെ പുതുതായിട്ട് യൂസ് ചെയ്യുന്ന ഒരാളല്ല എന്നുള്ള ഒരു ചിന്താഗതി നമ്മളിൽ ഉണ്ടാകുക എന്നുള്ള. അപ്പൊ ഈ രണ്ട് കാര്യങ്ങൾ അത് രണ്ടാണെന്നുണ്ടെങ്കിലും നമുക്ക് വേണം. അപ്പൊ ഡിജിറ്റൽ ലിറ്ററസി ആണെങ്കിലും ഡിജിറ്റൽ ഫ്ലുവൻസി ആണെന്നുണ്ടെങ്കിലും ഒരു ഡിജിറ്റൽ ലേണേഴ്സിന് വേണ്ട സ്കില്ലാണ് എന്ന് മനസ്സിലാക്കുക. ഡിജിറ്റൽ ലിറ്ററസി എന്ന് പറഞ്ഞാൽ അതിനെക്കുറിച്ചുള്ള വ്യക്തമായ ധാരണ ഉണ്ടാവുക എന്നുള്ളതാണ്. ടെക്നോളജിയെ കുറിച്ചും അല്ലെങ്കിൽ അത് എങ്ങനെ യൂസ് ചെയ്യണതിനെ കുറിച്ചുള്ള വ്യക്തമായ ധാരണ ഉണ്ടാവുക എന്നുള്ളതാണ്. ഡിജിറ്റൽ ഫ്ലുവൻസി എന്ന് പറഞ്ഞാൽ അതിന്റെ മുന്നിൽ പോകുമ്പോൾ ഭാഗപ്പകർച്ചയില്ലാത്ത രീതിയിൽ നമ്മൾ മാറുക എന്നുള്ളതാണ്. അങ്ങനെ ഈ രണ്ട് രീതിയിൽ നമുക്ക് രണ്ട് സ്കില്ല് ഉണ്ടാവണം. ഓക്കെ, ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഒരു ഡിജിറ്റൽ ലേണർ എങ്ങനെ ആവണം എന്നുള്ള. ഒരു ഡിജിറ്റൽ ലേണർ ഹൗ ഇറ്റ് വിൽ ബി. നമുക്കറിയാം എല്ലാവരും നമ്മളൊക്കെ മോസ്റ്റ്ലി ഷുഡ് ബി ബിസി മാൻ ആണ് അല്ലെ, ബിസി ലൈഫാണ്, നമുക്ക് ഒന്നിനും സമയമില്ല. ഉണ്ടോ? Suppose we may be working somewhere else, why can say we may be an employee here, why can say we should be working അല്ലെ. നിങ്ങൾ ആലോചിക്കണം, നമ്മൾ രാവിലെ ഇറങ്ങിയാൽ ഈവനിങ്ങിൽ വന്നു കഴിഞ്ഞാൽ അതിന്റെ ഇടയിൽ നിങ്ങൾക്ക് കിട്ടുന്ന നിങ്ങളെ കുടുംബത്തോട് കൂടി ചെലവഴിക്കാൻ കിട്ടുന്ന അല്ലെങ്കിൽ നിങ്ങളെ മറ്റുള്ള പർപ്പസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ കിട്ടുന്ന സമയം എന്ന് പറയുന്നത് വളരെ റെയറാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാ മനുഷ്യരും ബിസിയാണ്. ഓക്കെ, നല്ല തിരക്കുള്ള മനുഷ്യന്മാരാണ്. അപ്പൊ ഇങ്ങനെ തിരക്കുള്ള മനുഷ്യന്മാർക്ക് ഏറ്റവും നല്ലത് എന്ത് തന്നെയാണ്? ഏറ്റവും നല്ലത് എന്ത് യൂസ് ചെയ്യുക എന്നുള്ളതാണ്. എന്തായിരിക്കും നല്ലത്? നമുക്കറിയാം എന്ത് യൂസ് ചെയ്യുന്നതാണ്. നമ്മുടെ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ യൂസ് ചെയ്യുന്നതാണ്. പഠിക്കാനും പഠിപ്പിക്കാനും വേണ്ടിയിട്ട് ഏത് സമയത്തും നമുക്ക് യൂസ് ചെയ്യാലോ. അപ്പൊ ഒന്നാമത് സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് അത് തന്നെയാണ്. എന്ത് മേ ബി ബിസി ആയിട്ടുള്ള ആളുകളാണ് നമ്മളൊക്കെ. ലേണേഴ്സ് ഒക്കെ ബിസി ആയിട്ടുള്ള ആളുകളാണ്. അവര് ചിലപ്പം എംപ്ലോയീസ് ആയിരിക്കാം, അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ജോലി ചെയ്യുന്നതായിരിക്കാം. അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്ക് വർക്ക് ലോഡുകൾ ഉണ്ടാവാം, ഒരുപാട് സമയം അവർക്ക് വർക്ക് ചെയ്യേണ്ട സമയങ്ങൾ ഉണ്ടായിരിക്കാം. അപ്പൊ ഈ ഒരു പ്രശ്നം സോൾവ് ചെയ്യാൻ പലപ്പോഴും ആരെ കൊണ്ട് പറ്റിയേക്കാം, നമ്മൾ പറയുന്ന ഡിജിറ്റൽ ലേണേഴ്സിന് നല്ലൊരു പ്ലാറ്റ്ഫോം ആയിട്ട് ഉപയോഗിക്കാം എന്നുള്ളത്. അപ്പൊ ഡിജിറ്റൽ ലേണിംഗ് ഏജ് ആവാനുള്ള ഒരു കാരണം, അങ്ങനെ പറയാനുള്ള ഒരു കാരണം ആളുകളൊക്കെ ബിസി ആണ് എന്നുള്ളത് കൊണ്ടാണ്. ഓക്കെ, ഡിജിറ്റൽ learners want courses to be split into the manageable size, enable them to spare at least 30 minutes a day. അറ്റ്ലീസ്റ്റ് ഒരു ദിവസം 30 മിനിറ്റ് എങ്കിലും അതിന് യൂസ് ചെയ്യാൻ പറ്റിയാൽ മതി. അപ്പൊ ഏത് സമയത്ത് വേണമെങ്കിലും നമുക്ക് അവൈലബിൾ ആണ് ഡിജിറ്റൽ ലേണറെ സംബന്ധിച്ചിടത്തോളം ഓൺലൈനിൽ അല്ലെങ്കിൽ ഇന്റർനെറ്റിൽ ടെക്നോളജിയിൽ ഈ പറയുന്ന പ്ലാറ്റ്ഫോമുകൾ എന്നുള്ളത് കൊണ്ട് തന്നെ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഒന്നാമത്തെ ക്യാരക്ടർ എന്ന് പറയുന്നത് ഒരു ഡിജിറ്റൽ ലേണർ എപ്പോഴും അറ്റ്ലീസ്റ്റ് 30 മിനിറ്റ്സ് എങ്കിലും അയാളെ ബിസി ആണെങ്കിൽ പോലും 30 മിനിറ്റ്സ് എങ്കിലും യൂസ് ചെയ്യാൻ തയ്യാറാകുക എന്നതാണ്. രണ്ടാമത്തത് ഇംപേഷ്യന്റ് ആണ് എല്ലാ ഡിജിറ്റൽ ലേണേഴ്സും. not tolerate. They want to learn with a minimum botheration and a system that easily work. അല്ലെ, എവിടെയെങ്കിലും പഠിക്കുന്ന സിസ്റ്റം അല്ല. ഇപ്പൊ നിങ്ങളോട് ക്ലാസ് റൂമുകളിൽ ഇന്ന സമയത്ത് ഇന്ന സമയം മുതൽ ഇന്ന സമയം വരെ വരൂ എന്ന് പറയുന്നതിനെക്കാട്ടി നല്ലത്, അപ്പൊ ഞാൻ ചോദിക്കും നിങ്ങൾക്ക് ഇന്ന പ്ലാറ്റ്ഫോമിൽ വരാൻ പറ്റുമോ, ഓൺലൈനിൽ വരാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ഇരിക്കാം, എനിക്ക് ഇവിടെ ഇരിക്കാം, എനിക്ക് ഇവിടെ നിന്ന് അങ്ങോട്ട് വരേണ്ട 30 or 40 മിനിറ്റ്സ് എനിക്ക് ലാഭിക്കാം. എല്ലാവരും മിനിമം സമയത്ത് മാക്സിമം എഫിഷ്യൻസി കിട്ടാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുന്ന ആളുകളാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ദാറ്റ് മീൻസ് ഇൻപേഷ്യന്റ് ആണ്. എല്ലാവരും ലൈവില് ഫുള്ള് എല്ലാവരും ഓൺലൈനിൽ വരാനൊന്നും തയ്യാറല്ല. ചിലർ എന്ത് ചെയ്യും, ഇത് ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ട് എന്ത് ചെയ്യുമ്പോൾ കാണുന്ന ആളുകൾ ഉണ്ടാവും, അതായത് സമയത്തിന് കാണുന്ന ആളുകൾ ഉണ്ടാവും. പലപ്പോഴും നമ്മൾ വാട്സാപ്പ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ആയിട്ടുള്ള പല പ്ലാറ്റ്ഫോമുകളും യൂസ് ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ യൂട്യൂബൊക്കെ യൂസ് ചെയ്യുന്നതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് എടുത്ത് കാണാൻ പറ്റും. നിങ്ങളെ സൗകര്യത്തിന് നിങ്ങൾക്ക് വേണമെങ്കിൽ ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. നെറ്റില്ലേ എന്നുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ കൂടുതൽ ഡിജിറ്റൽ ലേണേഴ്സും ദേ ഷുഡ് ബി ഈസി ആയിട്ട് വർക്ക് ചെയ്യുന്ന പ്ലാറ്റ്ഫോമുകളാണ് യൂസ് ചെയ്യുക, ഡിജിറ്റൽ ലേണേഴ്സ്. അപ്പൊ ഈസി വർക്ക് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് നമ്മൾ കണ്ടെത്തണം. അതുകൊണ്ടാണ് ഏറെക്കുറെ ആളുകളും ഡിജിറ്റൽ ലേണേഴ്സ് ആവാനുള്ള കാരണം എന്നുള്ളതാണ്. അല്ലെങ്കിൽ നിങ്ങൾ കോളേജുകളിലോ ക്യാമ്പസുകളിലോ പോവേണ്ടി വരും. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ സമയം സ്പെൻഡ് ചെയ്യണം അല്ലെ. നമ്മളെ ജീവിതത്തിൽ നമ്മളെ രണ്ട് കാര്യങ്ങളാണ് നമ്മളെ ജീവിതത്തിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുക. ഒന്ന് സമയവും, രണ്ടാമത്തത് നമ്മളുടെ
ക്യാഷും ആണ് അല്ലെ. ബുദ്ധിയുള്ളവൻ എപ്പോഴും സമയം എന്ത് ചെയ്യും, ഇൻവെസ്റ്റ് ചെയ്യും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി വെക്കണം. സി അടുത്തത് ഇംപാർഷ്യൽ ആണെന്നുള്ളതാണ്. എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യേണ്ട. അപ്പൊ നമ്മള് കോളേജുകളിലും സ്കൂളുകളിലും ക്യാമ്പസുകളിലും എടുക്കുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ ചിലപ്പം കേൾക്കേണ്ടി വരും, അറിയേണ്ടി വരും. പക്ഷെ അതൊരു പക്ഷെ അയാൾക്ക് ആവശ്യമുള്ളതാവാം, ആവശ്യമില്ലാത്തതാവാം. ഈവൻ ദോ അയാൾ എന്ത് ചെയ്യേണ്ടി വരും, അതിന് വേണ്ടിയിട്ട് സമയം യൂസ് ചെയ്യണം. പക്ഷെ ഇവിടെ അങ്ങനത്തെ ഒരു പ്രശ്നമില്ല. ഡിജിറ്റൽ ലേണേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഡിജിറ്റൽ ലേണേഴ്സിന് അങ്ങനെ ഒരു വിഷയമേ ഇല്ല. കാരണം അവർക്ക് ആവശ്യമുള്ളത് അവർക്ക് യൂസ് ചെയ്യാമെന്നുള്ളതാണ്. ദാറ്റ് മീൻസ് YNC എന്താണോ അവർക്ക് പഠിക്കേണ്ടത് അതെന്ത് ചെയ്യാൻ പറ്റും, അവർക്ക് പഠിക്കാൻ പറ്റും എന്നുള്ളതാണ്. ഡോണ്ട് കെയർ ഹൗ ദ കണ്ടന്റ് ഈസ് ഡെലിവേർഡ്. എത്രത്തോളം കണ്ടന്റ് ഡെലിവർ ചെയ്യുന്നു എന്ന് അവർ ബോധർ ചെയ്യേണ്ട ആവശ്യമില്ല. ദേ യൂസ് ഡിഫറെന്റ് ഡിവൈസ് അറ്റ് എ ഡിഫറെന്റ് ടൈം അല്ലെ. എല്ലായ്പ്പോഴും അവർ മൊബൈൽ ഫോൺ യൂസ് ചെയ്യണമെന്നില്ല, എല്ലായ്പ്പോഴും ലാപ്ടോപ്പ് യൂസ് ചെയ്യണമെന്നില്ല, എല്ലായ്പ്പോഴും യൂട്യൂബും അല്ലെങ്കിൽ വേറെ ഏത് സിസ്റ്റവും യൂസ് ചെയ്യണമെന്നില്ല. അവർക്ക് ഏത് സിസ്റ്റത്തിലേക്ക് വേണമെങ്കിലും ചേക്കേറാനുള്ള കാര്യമുണ്ട്. അപ്പൊ അവര് ഇംപാർഷ്യൽ ആണെന്ന് പറയും. ദാറ്റ് മീൻസ് ദേ യൂസ് ഡിഫറെന്റ് ഡിവൈസ് അറ്റ് ഡിഫറെന്റ് ടൈം അല്ലെ. ഡിഫറെന്റ് ടൈമില് ഡിഫറെന്റ് ഡിവൈസുകളാണ് അവർ യൂസ് ചെയ്യുന്നത്. Then another one YNC is social. There may be social, social means, you know, both online and offline digital learner are social creators. They are passionate users of. They are passionate users of. നമ്മളൊക്കെ സോഷ്യൽ മീഡിയയിൽ കടന്ന് കളിക്കുന്ന ആളുകളാണ്. അവിടെ നല്ലതും ചീത്തതും എത്ര സമയം നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടാവും. അപ്പൊ ഇങ്ങനെ ചെലവഴിക്കുന്ന ആളുകൾ അവിടെ നിന്നും കുറെ കാര്യങ്ങൾ പഠിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അവര് മോസ്റ്റ്ലി ഈ ഡിജിറ്റൽ ലേണേഴ്സ് ആവാനുള്ള കാരണം എന്ന് പറയുന്നത് ഈ പറയുന്ന ഫേസ്ബുക്കും ട്വിറ്ററും ഇൻസ്റ്റാഗ്രാമും വാട്സാപ്പ് ഒക്കെ യൂസ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടാണ്. ഓക്കെ, കുറച്ചും കൂടി ഈസിയസ്റ്റ് ആയിട്ടുള്ള രീതിയിലേക്ക്, പഠന രീതികളിലേക്ക്. കാരണം ഇന്ന് ഞാൻ മനസ്സിലാക്കുന്നത് ഒരു 70% സ്കൂളുകളും കോളേജുകളിലും അവരുടെ ക്ലാസ്സുകൾ കൊടുക്കുന്നത് ദാറ്റ് ഷുഡ് ബി ത്രൂ ദ വാട്സാപ്പ്, അല്ലെങ്കിൽ യൂട്യൂബിലൂടെ, അല്ലെങ്കിൽ സൂം പോലുള്ള ആപ്ലിക്കേഷൻസ്, അല്ലെങ്കിൽ ഗൂഗിൾ മീറ്റ്, ജിയോ ജിയോയിലൂടെ ജിയോ മീറ്റിലൂടെ ഒക്കെ ഇങ്ങനെയുള്ള കുറെ പ്ലാറ്റ്ഫോമുകൾ, സ്കൈപ്പ് സ്കൈപ്പ് കോൺഫറൻസിങ് കോൾസിലൂടെ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ ഒരുപാട് സോഴ്സുകൾ അവർ യൂസ് ചെയ്യുന്നുണ്ട്. അതിനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളെ ഇന്നത്തെ കാലത്തുള്ള എല്ലാവരും നെറ്റ് യൂസേഴ്സ് ആണെന്നുള്ളതും, അല്ലെങ്കിൽ നെറ്റ് യുഗത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ, അല്ലെങ്കിൽ നെറ്റ് ജനറേഷൻ ആയതുകൊണ്ട് തന്നെ കൂടുതൽ ആളുകളും എന്തിലുണ്ട്, നമ്മൾ ഈ പറയുന്ന സോഷ്യൽ മീഡിയാസിൽ ആൾറെഡി ആക്റ്റീവ് ആയതുകൊണ്ട് തന്നെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, പെട്ടെന്ന് കാര്യങ്ങളും ഒപ്പീനിയൻസും മറ്റുള്ള കാര്യങ്ങളൊക്കെ പറയാനും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും പറ്റുന്നു. അതുകൊണ്ട് ഡിജിറ്റൽ ലേണേഴ്സിന്റെ ഒരു പ്രത്യേകതയാണ്, അല്ലെങ്കിൽ ഡിജിറ്റൽ ലേണേഴ്സ് എപ്പോഴും സോഷ്യൽ ലേണേഴ്സ് ആയിരിക്കുമെന്ന് നമ്മൾ മനസ്സിലാക്കി വെക്കാം. They are passionate users of Facebook and Twitter. ഇതാണ് ഞാൻ പറഞ്ഞത് സോഷ്യൽ. Then ടെക്നിക്കൽ ആയിരിക്കണം. ടെക്നിക്കൽ മീൻസ് ദേ യൂസ് ടെക്നോളജി. മോഡേണൈസേഷൻ ഉണ്ടാവും. ലേണിംഗിൽ മോഡേണൈസേഷൻ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ നാച്ചുറൽ ഇവല്യൂഷൻ ആൻഡ് റിക്വയർമെന്റ് ഗിവൻ ടു ദ കണ്ടിന്യൂവൽ അഡ്വാൻസ്മെന്റ് ഇൻ ദ ടെക്നോളജി എന്നുള്ള. ടെക്നോളജിയിൽ അഡ്വാൻസ് ആണ്. ഇപ്പൊ ഇന്നത്തെ കാലത്ത് നമ്മൾ ഇന്റർനെറ്റ് നമുക്ക് ഫാസ്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ചും കൂടി നല്ല കപ്പാസിറ്റി ഉള്ള മൊബൈൽ ഫോണുകളും മറ്റുള്ളതും വേണം. അതുപോലെ സേവിങ് കപ്പാസിറ്റി ഉള്ള സോഫ്റ്റ്വെയറുകൾ അപ്ഡേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കുറെ കാര്യങ്ങളുണ്ട് അല്ലെ. അപ്പൊ കമ്പ്യൂട്ടർ, അതുപോലെ തന്നെ ഇന്റർനെറ്റ് ഫെസിലിറ്റി, വൈഫൈ ഫെസിലിറ്റീസ്, ദാറ്റ് മീൻസ് കുറച്ചും കൂടി ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ആളുകളായിരിക്കും കൂടുതലും ഡിജിറ്റൽ ലേണേഴ്സ്. ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ടെക്നിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ, ടെക്നോളജി യൂസ് ചെയ്യുന്ന ആളുകളായിരിക്കും ഡിജിറ്റൽ ഏജ് ലേണേഴ്സ്, അല്ലെങ്കിൽ ഈ പറയുന്ന നെറ്റ് ജനറേഷൻ എന്ന് പറയുന്നത്. അപ്പൊ അത് ഈ പറയുന്ന നെറ്റ് ജനറേഷന്റെ ഒരു പ്രത്യേകതയാണ്. അത് പറ്റാത്ത ആളുകളാണ്, ആ പറയുന്ന കപ്പാസിറ്റിയും ടെക്നോളജി ഇല്ലാത്ത ആളുകളാണെങ്കിൽ ഇന്നും എവിടെ തന്നെ ആയിരിക്കും, നമ്മൾ ട്രഡീഷണൽ സിസ്റ്റത്തിൽ തന്നെ കാരണം ട്രഡീഷണൽ സിസ്റ്റം തന്നെ ഫോളോ ചെയ്യും. See that I tell you, they was in the internet and technology in learning. That means they are well versed. നന്നായിട്ട് അറിയുന്നുണ്ടാവും ഇന്റർനെറ്റും ടെക്നോളജിയും എങ്ങനെ യൂസ് ചെയ്യാമെന്നും എന്തൊക്കെയാണ് അതിന്റെ ഉപയോഗങ്ങൾ എന്നതിനെ കുറിച്ചും വ്യക്തമായ ധാരണ ഉള്ള ആളുകളായിരിക്കും നമ്മൾ ഈ പറയുന്ന ഡിജിറ്റൽ ലേണേഴ്സ്. അപ്പൊ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അദ്ദേഹം എന്താണെന്ന് പറയാം, ഡിജിറ്റൽ ലേണർ ആണെന്ന് പറയാം. എന്തൊക്കെയാ, ബിസി ആയിട്ടുള്ള ആളാണ്, ഇംപേഷ്യന്റ് ആണെന്നുണ്ടെങ്കിൽ, ഇംപാർഷ്യൽ ആണെന്നുണ്ടെങ്കിൽ, സോഷ്യൽ ആണെന്നുണ്ടെങ്കിൽ, സോഷ്യൽ മീഡിയാസ് ഉപയോഗിക്കുന്ന ആളുകളാണെങ്കിൽ, ടെക്നോളജിക്കലി ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ടെക്നോളജിക്കൽ ലേണിംഗ് ചെയ്യുന്ന ആളാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം ഡിജിറ്റൽ ലേണർ ആണെന്ന് പറയാം.
അപ്പൊ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അദ്ദേഹം എന്താണ്, ഡിജിറ്റൽ ലേണർ ആണ്. കം ടു നെക്സ്റ്റ് പോയിന്റ്, ദെൻ നോളജ് നോളജ് റിസോഴ്സ് ഓൺ ഇന്റർനെറ്റ് എന്നുള്ളതാണ്. എന്താണ് ഇന്റർനെറ്റില് ഏതൊക്കെയാണ് നമുക്ക് പഠിക്കാൻ ഇന്റർനെറ്റിലുള്ള സോഴ്സുകൾ എവിടെ നിന്നൊക്കെയാണ് കിട്ടുക, എവിടൊക്കെയാണ് ഏതൊക്കെ രീതിയിലാണ് ഡിജിറ്റൽ ലേണേഴ്സിന് സോഴ്സുകൾ അവൈലബിൾ ആവുക, എവിടെ നിന്നൊക്കെയാണ് സോഴ്സുകൾ അവൈലബിൾ ആകുക. അപ്പൊ അതിനെ കുറിച്ചാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. ഓരോന്നും നമ്മൾ പറയുകയാണ്. ഓക്കെ, ഇ ലേണിംഗ് ആക്ടിവിറ്റി ആർ സപ്പോർട്ടഡ് ആൻഡ് ഫെസിലിറ്റേറ്റഡ് ത്രൂ ദ ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷൻ ഡെലിവറി മെത്തേഡ് ആൻഡ് ടെക്നോളജീസ്. അത് ഏതൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. അതായത് നമ്മൾ ഇ ലേണിംഗ് ആക്ടിവിറ്റീസിനെ സപ്പോർട്ട് ചെയ്യുന്ന കുറെ കമ്മ്യൂണിക്കേഷൻ, ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷൻ ഡെലിവറി നടത്തുന്ന കുറെ മെത്തേഡുകളും രീതികളും ഒക്കെ ഉണ്ട്. അപ്പൊ അതിനെ കുറിച്ചാണ്, അല്ലെങ്കിൽ സോഴ്സുകളാണ്, നോളജ് റിസോഴ്സുകളാണ്, ഇന്റർനെറ്റിലുള്ള നോളജ് റിസോഴ്സുകൾ എന്തൊക്കെയാണെന്നുള്ളതാണ്. ഒന്നാമത്തത് ഇന്റർനെറ്റ് തന്നെയാണ്. ഏറ്റവും നല്ല. കാരണം നിങ്ങൾക്ക് എന്ത് സംശയങ്ങൾ ഉണ്ടെങ്കിലും യു ജസ്റ്റ് ആസ്ക് ടു ആരോട് ചോദിച്ചാൽ മതി. നോളജ് റിസോഴ്സിന്റെ കേസിൽ നിങ്ങൾ ആലോചിക്കേണ്ട കേസ്, നമ്മളെ ഇന്ത്യ എന്ന് പറയുന്ന ഈ ലേണിംഗ് ഫീൽഡിൽ ഇങ്ങനെ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സിസ്റ്റം നമ്മളെ ഇന്ത്യയിലുണ്ട്. ഓക്കെ, ഇന്ത്യ വല്ലാത്തൊരു ബൂമാണ് ഈ COVID-19 വന്നതിന് ശേഷം ഉണ്ടായത് എന്ന് തന്നെ പറയാം. ഈ ലേണിംഗ് സിസ്റ്റത്തിലേക്ക് മാറ്റിയത് വലിയൊരു വ്യത്യാസം ജനങ്ങളിലും ഉണ്ടാക്കിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇന്റർനെറ്റ് ആണ് ഏറ്റവും കൂടുതൽ നമ്മൾ ഉപയോഗിക്കുന്ന ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള ടെക്നോളജി എന്ന് പറയുന്നത് ഈ കാലത്ത്. ഇന്ന് ഇന്റർനെറ്റ് ഇല്ലാതെ ജീവിക്കുക എന്ന് പറയുന്നത് വല്ലാത്തൊരു സാഹചര്യമാണ്. ഇന്ന് മൊബൈൽ ഫോൺ ഇല്ലാതെ ജീവിക്കുന്ന ആളുകളെക്കായും കഷ്ടമാണ് ഇന്റർനെറ്റ് ഇല്ലാതെ, മൊബൈൽ ഉണ്ടായിട്ട് ഇന്റർനെറ്റ് ഇല്ലാതെ ജീവിക്കുന്ന ആളുകൾ എന്നുള്ള. കാരണം ഇന്നത്തെ ഏറെക്കുറെയുള്ള കമ്മ്യൂണിക്കേഷൻസും മറ്റുള്ളതും എന്തിലൂടെയാണ്? ഇന്റർനെറ്റിലൂടെ തന്നെയാണ്. പഠിപ്പിക്കലും അതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ ചാനൽ തന്നെ ഇന്റർനെറ്റിലേക്ക് മാറി എന്നുള്ളത് നമ്മൾ ആലോചിച്ച് നോക്കണം. നമ്മൾ ഒരു വർഷം മുമ്പ് വരെ നമ്മൾ ഇന്റർനെറ്റ് എത്രത്തോളം യൂസ് ചെയ്തിരുന്നു, ആ ഒരു വർഷത്തിന് ശേഷം എത്രത്തോളം നമ്മൾ യൂസ് ചെയ്യുന്നു എന്നുള്ളത് നിങ്ങൾ ആലോചിച്ചാൽ മതി. ഓക്കെ, ഈവൻ ഒരു കൊല്ലമല്ല, 2 കൊല്ലം മുമ്പ് വരെ ഓക്കെ, ജിയോ എന്ന് പറയുന്ന ടെലികമ്മ്യൂണിക്കേഷൻ ഡിവൈസ് അല്ലെങ്കിൽ ടെലികമ്മ്യൂണിക്കേഷൻ കമ്പനി ഫ്രീ ആയിട്ട് 3 മാസത്തേക്ക് കൊടുക്കുകയും അത് പിന്നീട് 6 മാസത്തേക്ക് കൊടുക്കുകയും അങ്ങനെ ആളുകൾ അതിന് അഡിക്റ്റഡ് ആവുകയും പിന്നെ അത് ഒഴിവാക്കാൻ പറ്റാത്ത ഒരു ലെവലിലേക്ക് മാറുകയും ചെയ്തു എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, ഇന്നും ആളുകൾ ഇന്റർനെറ്റും ടെലിഫോണും ഇല്ലാത്ത ഒരു അവസ്ഥയിലേക്ക് വരിക എന്ന് പറയുന്നത് ചിന്തിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാണ്. കാരണം അത്രയും ഫാസ്റ്റ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻസ് അവിടെ നടക്കുന്നുണ്ട്. അപ്പൊ ഇന്റർനെറ്റ് ഏറ്റവും നല്ല മീഡിയ ആണ് എന്ന് പറയുന്നതിന്റെ കാരണം അതാണ് ഞാൻ പറഞ്ഞത്. അതേപോലെ തന്നെ ഇനിയുണ്ട് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ത്രൂ എന്ത് ചെയ്യുന്നുണ്ട്, ഇപ്പൊ കമ്പനികളും തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, അതുപോലെ തന്നെ കമ്പനികളുടെ കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ത്രൂ എന്ത് ചെയ്യുന്നുണ്ട്. ഈവൻ കമ്പ്യൂട്ടർ സെന്ററുകളിലും ടെക്നിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പഠിക്കുന്ന ഇതിലൂടെയാണ്. ഇന്ററാക്റ്റീവ് സെക്ഷൻസ് നമ്മൾ ചെയ്യുന്നുണ്ട്. ടെലിവിഷൻ അനദർ മീഡിയ ആണ്. ഇന്നൊക്കെ നമ്മളെ മക്കള് ഇരുന്ന് പഠിക്കുന്നുണ്ട്. വീട്ടിലിരുന്ന് പഠിക്കുന്നതിന്റെ പ്രധാന കാരണം അവർക്ക് ടെലിവിഷനിലൂടെ എന്ത് ചെയ്യുന്നു, പല ക്ലാസ്സുകളും കിട്ടുന്നു എന്നുള്ളത് കൊണ്ടാണ്. അതുപോലെ സാറ്റലൈറ്റ് ബ്രോഡ്കാസ്റ്റിംഗ് ഉണ്ട്. സാറ്റലൈറ്റ് ബ്രോഡ്കാസ്റ്റിംഗ് എന്ന് പറയുന്നത് ഇന്റർനെറ്റ് സഹായിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ഈ പറയുന്ന ടെലിവിഷനും ഇതും തമ്മിൽ വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. ഓക്കെ, വെബ് ബേസ്ഡ് കോൺഫറൻസിങ്ങുകൾ വരുന്നുണ്ട്. വെബ് ബേസ്ഡ് കോൺഫറൻസിങ് 10 പേര് തമ്മിൽ മീറ്റിംഗ് നടക്കുന്നുണ്ടെങ്കിൽ ഇപ്പൊ ആള് കൂടാൻ പാടില്ല എന്ന് അറിയാം. ഈവൻ അങ്ങനെ ആള് കൂടാൻ പാടില്ലെങ്കിൽ ഒരേ സ്ഥലത്തിരുന്നിട്ട് എങ്ങനെയാണ് അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക? അല്ലേ? എത്ര വേണമെങ്കിലും ഗൂഗിൾ മീറ്റ്, സൂം ഇങ്ങനെയുള്ള ആപ്ലിക്കേഷൻസ് ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, എത്ര പേരെ വേണമെങ്കിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. എത്ര ആളുകൾക്ക് വേണമെങ്കിലും ഒരേ സമയം ഇരുന്നിട്ട് സംസാരിക്കാനും ചർച്ച ചെയ്യാനുള്ള അവസരം, വേദികൾ, പഠിപ്പിക്കാനുമുള്ള അവസരങ്ങൾ ക്രിയേറ്റ് ചെയ്തു എന്നുള്ളതാണ്. ഓക്കെ, ഇ ബുക്കുകൾ ഉണ്ട്. നിങ്ങൾക്ക് പുസ്തകം വായിക്കണമെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഫിസിക്കൽ ആയിട്ടുള്ള പുസ്തകങ്ങൾ വേണമെങ്കിൽ ടെക്സ്റ്റ് ബുക്കുകൾ, പ്രിന്റഡ് ആയിട്ടുള്ള ടെക്സ്റ്റ് ബുക്കുകൾ വേണമെന്ന് ഒരു നിർബന്ധവുമില്ല. നിങ്ങൾ ഗൂഗിളിനോട് ചോദിച്ചാൽ ഇതുപോലെ തന്നെ ഒരുപാട് ഇ ബുക്കുകൾ ഉണ്ട്. അതിനെക്കുറിച്ച് ഡീപ്പായിട്ട് നമുക്ക് പറയാനുണ്ട്, ചർച്ച ചെയ്യപ്പെടാനുണ്ട്. ഇ ബുക്ക് എന്ന് പറയുന്നത് ഇലക്ട്രോണിക് ബുക്കാണ്. നമ്മളെ ഈ ഫിസിക്കൽ ബുക്കിനെ ഇലക്ട്രോണിക് രീതിയിലേക്ക് മാറ്റുമ്പോൾ അതിനെ ഇ ബുക്ക് നമ്മൾ വിളിക്കും. അതുപോലെ തന്നെ വെർച്വൽ ക്ലാസ് റൂമുകൾ ഉണ്ട്. ഞാൻ പറഞ്ഞു സൂം, ഗൂഗിൾ മീറ്റ്, അതുപോലെ തന്നെ എന്താ പറയുക കോൺഫറൻസിങ് ത്രൂ, അതുപോലെ കുറെ വീഡിയോ പ്ലാറ്റ്ഫോമുകൾ ഉണ്ട്, കുറെ ക്ലാസ് റൂം സിസ്റ്റംസ് ഉണ്ട്. ഇപ്പൊ ഗൂഗിൾ മീറ്റില് ക്ലാസ് റൂമിൽ നോട്ടുകൾ ഇടാനും നോട്ട് എടുക്കാനും അതുപോലെ തന്നെ നേരിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള സൗകര്യങ്ങളില്ലേ?
സോ അതൊക്കെ ഈ പറയുന്ന റിസോഴ്സുകളാണ്, നമുക്ക് പഠിക്കാനുള്ള റിസോഴ്സുകളാണ്, നോളജ് റിസോഴ്സുകളാണ്. ഓക്കെ, ഗ്രൂപ്പുകളായിട്ട് തിരിക്കുന്ന ക്ലാസ് റൂം സെക്ഷൻസുകളുണ്ട്. അതുപോലെ കൊളാബറേറ്റീവ് സോഫ്റ്റ്വെയറുകളുണ്ട്. സ്പെഷ്യലൈസ്ഡ് ആയിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന, ഇതേപോലെ പഠിക്കാനും പഠിപ്പിക്കാനും വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ഒരുപാട് സോഫ്റ്റ്വെയർസ് നമ്മളെ എക്കോണമിയിൽ ഇന്ന് അവൈലബിൾ ആണ്. അപ്പൊ ഇതൊക്കെയാണ് പ്രധാനമായിട്ടുള്ള ഇന്റർനെറ്റിൽ നമുക്ക് നോളജ് ഇംപ്രൂവ് ചെയ്യാനുള്ള സോഴ്സുകൾ എന്ന് വേണമെങ്കിൽ പറയാം. അല്ലെങ്കിൽ ഡിജിറ്റൽ ലേണേഴ്സ് ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട നോളജ് റിസോഴ്സുകൾ. അതിൽ ഇനി നമ്മൾ പറയുന്നത് പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് പറയുന്നത്. അതേപോലെ തന്നെ വേറെ ഒരു കാര്യം, CD റോമുകൾ ഉണ്ട്, DVD ഉണ്ട്, ഓഡിയോ വീഡിയോ ടേപ്പുകൾ. ഇതൊക്കെ നമുക്ക് കിട്ടും പഠിക്കാൻ വേണ്ടിയിട്ട്. CD റോമുകൾ ഉണ്ട്, DVD, അല്ലെ, ഇതൊക്കെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. എന്നിട്ട് അതിന്റെ വീഡിയോസ് നമുക്ക് വേണമെങ്കിൽ നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് നമുക്ക് കേൾക്കാനും കാണാനും പറ്റുന്ന ഒരു സൗകര്യം ഉണ്ട്. ഓക്കെ, അതൊരു റേഡിയോ സിസ്റ്റം ആകും എന്നുള്ളത് മാത്രമാണ് അതിന്റെ ഒരു പരിമിതി. പക്ഷെ ആ പരിമിതി ലേണിംഗിന് ഇല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. കാരണം എല്ലാത്തിനുമുള്ള പ്ലാറ്റ്ഫോമുകൾ നമ്മളെ എക്കോണമിയിൽ അവൈലബിൾ ആണ്. ഓക്കെ, ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഇ ബുക്കിനെ കുറിച്ചാണ്. എന്താണ് ഇ ബുക്ക്, അതിന്റെ സ്പെഷ്യാലിറ്റികൾ എന്തൊക്കെയാണ് എന്നുള്ളതൊക്കെയാണ്. അപ്പൊ ഇ ബുക്ക് എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഷോർട്ട് ഫോർ ഇലക്ട്രോണിക് ബുക്ക്. ഷോർട്ട് ഫോർ ഇലക്ട്രോണിക് ബുക്ക് എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് ഇലക്ട്രോണിക് ബുക്ക് എന്ന് പറയുന്നത്? ഈസ് പബ്ലിഷ്ഡ് ആണ് ഇലക്ട്രോണിക് ഫോർമാറ്റ്. ഒരു കാര്യം, നമ്മൾ ബുക്കുകൾ ഇലക്ട്രോണിക്കലി പബ്ലിഷ് ചെയ്യാം. അതായത് ഇന്റർനെറ്റിലൂടെ, നെറ്റ്വർക്കിലൂടെ, കമ്പ്യൂട്ടർ ഉപയോഗിച്ചിട്ട്, അല്ലെങ്കിൽ നമ്മളെ പുതിയ ടെക്നോളജി ഉപയോഗിച്ചിട്ട് നമ്മളെ പുസ്തകങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന, ഇന്റർനെറ്റിൽ അപ്ലോഡ് ചെയ്യുന്ന, ഏത് പ്ലാറ്റ്ഫോമിലാണെന്നുണ്ടെങ്കിലും അതിൽ അപ്ലോഡ് ചെയ്യുന്ന സിസ്റ്റമാണ് എന്ന് പറയുന്നത്. നമുക്ക് വായിക്കാം. സാധാരണ ഇപ്പൊ എനിക്ക് ഇവിടെ ഇരുന്നിട്ട് വായിക്കാൻ പറ്റും ഏത് പുസ്തകം വേണമെങ്കിലും എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞാൽ അതിന്റെ യാഥാർത്ഥ്യം. എൻ്റെ അടുത്ത് ബുക്കില്ലെങ്കിൽ എനിക്ക് ഗൂഗിളിൽ പോയി സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് വേണ്ട ബുക്കുകൾ കിട്ടും, അവൈലബിൾ ആണ്, അതിനുള്ള സോഫ്റ്റ്വെയറുകൾ അവൈലബിൾ ആണ്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ഇലക്ട്രോണിക് ബുക്ക് പബ്ലിഷ്ഡ് ഇൻ ആൻ ഇലക്ട്രോണിക് ഫോർമാറ്റ്. ഇതാണ് ഇലക്ട്രോണിക് ബുക്കുകൾ എന്ന് പറയുന്നത്. പബ്ലിഷ്ഡ് ഇൻ ആൻ ഇലക്ട്രോണിക് ഫോർമാറ്റ്. എനി ബുക്ക് ദാറ്റ് ഈസ് പബ്ലിഷ്ഡ് ഇൻ ഇലക്ട്രോണിക് ഫോർമാറ്റ് ഓൺ ഇന്റർനെറ്റ്, ദാറ്റ് ഈസ് കാൾഡ് ഇ ബുക്ക്. ഇന്ന് സിനിമ വരെ ഇലക്ട്രോണിക്കൽ ആയി എങ്കിൽ, ഈ രീതിയിലേക്ക് വന്നു എങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു രീതിയാണ് പുസ്തകങ്ങള്, കലാകാരന്മാരും കഥാകൃത്തുക്കളും നോവലിസ്റ്റുകളൊക്കെ അവരുടെ പുസ്തകങ്ങൾ ഇന്ന് പബ്ലിഷ് ചെയ്യുന്നത് നോട്ട് ബി ആൻ ഫിസിക്കൽ വൺ. ഓക്കെ, അത് കോസ്റ്റ്ലി ആണെന്ന് നമുക്കറിയാം. ഓക്കെ, എന്നാൽ അത് ഏറ്റവും കോസ്റ്റ് കുറഞ്ഞ രീതിയിലേക്ക് നമുക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റുന്ന, എന്നാൽ അത് നമുക്ക് സെയിൽ ചെയ്യാനും കൂടി പറ്റുന്ന ഒരു രീതി ഇ ബുക്ക് എന്ന് പറയുന്ന രീതിയിൽ ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇന്റർനെറ്റിൽ അതിനുള്ള അവൈലബിൾ ഉണ്ട്. അപ്പൊ ഈ ലേണേഴ്സിന് ഏറ്റവും നന്നായിട്ട് ഒരു പുസ്തകം വായിക്കണമെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ അവരൊരിക്കലും ആ പുസ്തകം വാങ്ങിച്ചു കൊണ്ടു നടക്കേണ്ട ആവശ്യമില്ല. എപ്പോൾ വേണമെങ്കിലും നമുക്ക് കയറി വായിക്കാനുള്ള സൗകര്യങ്ങൾ അതിലുണ്ട്. ഓക്കെ, എന്താണ് electronic version of traditional print book that can be read by using a personal computer or by using an e-book reader or by the software. ഇത് നമ്മൾ മനസ്സിലാക്കുക. That means ആ ട്രഡീഷണൽ പ്രിന്റ് ബുക്ക് എന്ന് പറയുന്ന അതിനെ എങ്ങോട്ട് മാറ്റി ഇലക്ട്രോണിക് എന്ന് പറയുന്ന സിസ്റ്റത്തിലേക്ക് മാറ്റി എപ്പോൾ വേണമെങ്കിലും ആളുകൾക്ക് അവരുടെ പേഴ്സണൽ കമ്പ്യൂട്ടർ ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഡിവൈസുകൾ ഉപയോഗിച്ചിട്ടോ സോഫ്റ്റ്വെയറുകൾ ഉപയോഗിച്ചിട്ടോ അദ്ദേഹത്തിന് ഏത് ബുക്കുകളും വായിക്കാനുള്ള സൗകര്യം ഉണ്ട് എന്ന് മനസ്സിലാക്കാം. അപ്പൊ അതിന് ഒരുപാട് സോഴ്സുകൾ ഉണ്ട്. അതിൽ മൈക്രോസോഫ്റ്റ് ഫ്രീ റീഡർ ആപ്ലിക്കേഷൻസ് ഒക്കെ ഒരുപാടെണ്ണം ഉണ്ട്. അത് നമ്മൾ പറയും. ഓക്കെ, ഒരുപാട് പുസ്തകങ്ങൾ ഇതേപോലെ നമുക്ക് ഒരുപാട് പ്ലാറ്റ്ഫോമുകൾ നമുക്ക് അവൈലബിൾ ആണ്. പുസ്തകങ്ങൾ വായിക്കാനുള്ള ഒരുപാട് പ്ലാറ്റ്ഫോമുകൾ, ഒഴാലി, അതുപോലെ ഗൂഗിൾ ബുക്കുകൾ ഉണ്ട്, പ്രൊജക്ട് YNC, ഗട്ടർ ബഗുകൾ ഉണ്ട്, അതുപോലെ തന്നെ ഫ്രീ ടെക് ബുക്സ് ഉണ്ട്, ബുക്ക് ബൂം ഉണ്ട്, വിക്കിപീഡിയ. ഓക്കെ, ഇങ്ങനെ ഒരുപാട് വേർഷനുകൾ നമ്മളെ എക്കോണമിയിൽ അവൈലബിൾ ആണ്. അപ്പൊ അതിനെ കുറിച്ചും കൂടി നമ്മൾ ഇനി പറയും. അപ്പൊ ഞാൻ പറഞ്ഞത് എന്താണ് ഈ ബുക്ക് എന്ന് ചോദിച്ചാൽ, ഇലക്ട്രോണിക് ഫോർമാറ്റിൽ പബ്ലിഷ് ചെയ്യുന്ന ബുക്കുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇ ബുക്ക് എന്ന് പറയുന്നത്. ചുരുക്കി പറഞ്ഞാൽ ട്രഡീഷണൽ ബുക്കിനെ ഇലക്ട്രോണിക് വേയിലേക്ക് നമ്മൾ മാറ്റുന്ന സിസ്റ്റം എന്നുള്ളതാണ്. ശരിക്കും പറഞ്ഞാൽ സോഫ്റ്റ് കോപ്പിയാണ്, ഒരു പുസ്തകത്തിന്റെ സോഫ്റ്റ് കോപ്പിയാണ് എന്തെന്ന് പറയുന്നത് ഇ ബുക്ക് എന്ന് പറയുന്നത്. പ്രിന്റഡ് ഫോം അല്ല,
സോഫ്റ്റ് കോപ്പിയെയാണ് നമ്മൾ ഇ ബുക്ക് എന്ന് പറയുന്നത്. ക്യാൻ പർച്ചേസ് ആൻ ഇ ബുക്ക് ഓൺ ഡിസ്കറ്റി ഓർ CD ഓർ ഫ്രം ദ വെബ്സൈറ്റ്. വെബ്സൈറ്റിൽ നിന്നോ ഡിസ്ക് ആയിട്ടോ അല്ലെങ്കിൽ ഇ ബുക്കുകളായിട്ടോ ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പർച്ചേസ് ചെയ്യാൻ പറ്റും. ആമസോൺ പോലുള്ള, അതുപോലെ ഇതൊരു സിമ്പിൾ മാത്രമാണ്, മീൻസ് ഇതൊരു സോഫ്റ്റ്വെയർ ആണ്. ഈ സോഫ്റ്റ്വെയർ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, അപ്ലോഡ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ ഒരുപാട് സോഫ്റ്റ്വെയർസ് അവൈലബിൾ ആണ് നമ്മളെ മാർക്കറ്റിൽ. നിങ്ങൾ പ്ലേ സ്റ്റോറിൽ കയറിയാൽ തന്നെ നിങ്ങൾ ജസ്റ്റ് ഇ ബുക്ക് എന്ന് അടിച്ചു കൊടുത്താൽ ഈ ബുക്കുകൾ പർച്ചേസ് ചെയ്യാനുള്ളത് വരും. അതുപോലെ തന്നെ ഡൗൺലോഡ് ചെയ്യാനുള്ള സോഫ്റ്റ്വെയറുകൾ, സ്റ്റോറീസ്, അതുപോലെ തന്നെ സോങ്സ്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മളെ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ദെൻ വൈ ടു റീഡ് ഇ ബുക്ക്, വേ ടു റീഡ്, എങ്ങനെയാണ് നമുക്ക് ബുക്കുകൾ വായിക്കാൻ പറ്റുക? ഒന്ന്, പോർട്ടബിൾ ഇ ബുക്ക് റീഡിംഗ് ഡിവൈസുകൾ ഉണ്ട്. ഡിവൈസുകൾ ഒരുപാടുണ്ട്. ഈ ബുക്കുകൾ വായിക്കാനുള്ള ഡിവൈസുകൾ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ നമ്മളെ PC, പേഴ്സണൽ കമ്പ്യൂട്ടറിലൂടെ, ആ മാക് അല്ലെങ്കിൽ ഏതെങ്കിലും കമ്പ്യൂട്ടറിലൂടെ അല്ലെങ്കിൽ സ്പെഷ്യൽ സോഫ്റ്റ്വെയറുകളിലൂടെ ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പുസ്തകങ്ങൾ വായിക്കാൻ പറ്റും. അങ്ങനെ പറയുമ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട. അഡോബ് അക്രോബാറ്റ് റീഡർ, ഇതുപോലെ തന്നെ നമ്മളെ PDF ഫോർമാറ്റ് ആണെങ്കിൽ ആ PDF ഫോർമാറ്റിലുള്ള കാര്യങ്ങൾ വായിക്കണം എന്നുണ്ടെങ്കിൽ PDF സോഫ്റ്റ്വെയർ നമ്മളെ പുസ്തകത്തിൽ, നമ്മളെ ഫോണിലോ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിലോ വേണമെങ്കിൽ നമുക്കത് റീഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ ലാംഗ്വേജ് മറ്റുള്ള കാര്യങ്ങളൊക്കെ വ്യത്യാസം വന്നേക്കാം. ഫോർമാറ്റ് വ്യത്യാസം വന്നു കഴിഞ്ഞാൽ അത് നമ്മളെ വായനയും ബാധിക്കും എന്നുള്ളത് മനസ്സിലാക്കുക. ഒക്കെ പല രീതിയിലുള്ള സിസ്റ്റംസ് നമ്മൾ യൂസ് ചെയ്യുന്നു. മൈക്രോസോഫ്റ്റ് റീഡറുകൾ ഉണ്ട്. ഇതൊക്കെയാണ് നമുക്ക് ഈ ബുക്കുകൾ വായിക്കാനുള്ള രീതി. നമ്മളെ കമ്പ്യൂട്ടറുകളോ അല്ലെങ്കിൽ നമ്മളെ ഫോണുകളോ അല്ലെങ്കിൽ ഇലക്ട്രോണിക് ഡിവൈസുകളിലൂടെ ഒക്കെ നമുക്ക് ഈ ബുക്കുകൾ വായിക്കാൻ പറ്റും എന്ന് മനസ്സിലാക്കി വെക്കാം. അതും ഇതിന്റെ കാര്യം തന്നെയാണ്. ഇനി എന്താണ് ഈ ബുക്ക് എന്ന് പറയുന്നത്? ഈ ബുക്കിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്നുള്ള, ഒന്ന്, ടാൻജിബിൾ ആണ്, തൊടാനും കാണാനും പറ്റാത്ത ഒന്നാണ്. അത് ഇതിന്റെ സ്പെഷ്യാലിറ്റി ആണ്, പറയേണ്ട കാര്യമില്ല. ഞാൻ ഡീപ്പായിട്ട് പറയണ്ട എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. എനിക്ക് തോന്നുന്നതാണ്. കാരണം കൺവീനിയൻസ് ആയിട്ട് ഇൻഫർമേഷൻസ് എന്ത് ചെയ്യാൻ പറ്റും, ഫിസിക്കൽ ഇൻഡിക്കേറ്റർ ഇല്ലാതെ തന്നെ നമുക്ക് ഏത് ഫോർമാറ്റിൽ വേണമെങ്കിലും ഈ ടെക്സ്റ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. കാരണം അത് ഫിസിക്കൽ അല്ല, തൊടാനും കാണാനും പറ്റില്ല. കാരണം അത് സോഫ്റ്റ് കോപ്പി ആണ് എന്ന് ഞാൻ മുന്നേ പറഞ്ഞതാണ്. ഓക്കെ, ഫിസിക്കലും കീപ്പ് ചെയ്യുന്ന ആളുകളുണ്ട്. അതല്ലാതെ തന്നെ ഏറ്റവും കൺവീനിയന്റ് ആയിട്ടുള്ള രീതി എന്ന് പറയുന്നത് ഏത് തന്നെയാണ്, ടാൻജിബിലിറ്റി ഉണ്ട് തന്നെയാണ്. ടാൻജിബിലിറ്റി ഈസ് എ കപ്പാസിറ്റി ഓഫ് ബുക്ക് ടു കൺവേ ഇൻഫർമേഷൻ അബൌട്ട് itself through the physical indicators such as size and format. പുസ്തകത്തിന്റെ അതേ ഫോർമാറ്റ് തന്നെ നമുക്ക് എവിടെ യൂസ് ചെയ്യാൻ പറ്റും, നമ്മളെ ഇന്റർനെറ്റിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. നമുക്ക് വേണമെങ്കിൽ അത് പ്രിന്റ് എടുക്കാനും പറ്റും. അതുകൊണ്ടാണ് നമ്മൾ അതിനെ ടാൻജിബിൾ ആണ് എന്ന് പറയാൻ കാരണം. ഓക്കെ, ബ്രൗസബിലിറ്റി, എനിത്തിങ് വി ക്യാൻ ബ്രൗസ്. Random access, browse in the book's ability to provide random access through the physical means such as flipping page by move with the text. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യാൻ പറ്റും, ഏത് പേജുകളിലേക്കും ഏത് പേജ് വേണമെങ്കിലും എത്ര നമ്പർ പേജ് ആണെങ്കിലും ആ പേജിലേക്ക് പോകാനും ആ പേജ് പിന്നെ വായിക്കാനും. അത് നമ്മൾ പുസ്തകമാണ് വായിക്കുന്നുണ്ട്, ഫിസിക്കൽ ബുക്കാണ് വായിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇടയിൽ നമ്മൾ അടയാളം വെക്കുമല്ലേ, എത്രാമത്തെ പേജ്, അപ്പൊ ആ പേജിലേക്ക് നമ്മൾ ജസ്റ്റ് എൻ്റർ ചെയ്താൽ ആ പേജിലേക്ക് പോകാനും നമുക്ക് ആവശ്യമുള്ള പുസ്തകങ്ങൾ എടുത്ത് വായിക്കാനുമുള്ള സൗകര്യങ്ങൾ നമ്മളെ ഇന്റർനെറ്റിലുണ്ട്, ഇ ബുക്കിന്റെ ഫെസിലിറ്റിയിൽ ഉണ്ട് എന്ന് മനസ്സിലാക്കാം. ദെൻ സെർച്ചബിലിറ്റി, ഏത് വേണമെങ്കിലും സെർച്ച് ചെയ്യാം. ബ്രൗസും സെർച്ചബിലിറ്റിയും തമ്മിൽ വലിയ വ്യത്യാസങ്ങളില്ല. ഫീച്ചർ അവൈലബിൾ ഇൻ ദ ഓൾ ടെക്സ്റ്റ് ത്രൂ ദ ഒപ്റ്റിക്കൽ സ്കാനർ ഉപയോഗിച്ച് നമുക്ക് ഏത് ബുക്ക് വേണമെങ്കിലും എന്ത് ചെയ്യാം, ഉപയോഗിക്കാം. അപ്പൊ നമ്മളൊരു ലൈബ്രറിയിൽ പോയി കഴിഞ്ഞാൽ ആ ബുക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിനൊരു കമ്പ്യൂട്ടറൈസ്ഡ് സിസ്റ്റം ഉണ്ട് ഇന്ന ബുക്ക് എടുക്കാൻ. അതേപോലെ തന്നെ നമ്മളെ ഇവിടെ ഡിക്ഷണറികൾ ഉണ്ട്. ആ പേരടിച്ചു കൊടുത്താൽ തന്നെ നമുക്ക് ഇന്റർനെറ്റിൽ നിന്ന് ആ പുസ്തകങ്ങൾ കിട്ടും. പേരടിച്ചു കൊടുത്താൽ മതി. അല്ലെങ്കിൽ ഓതേഴ്സിനെയോ അല്ലെങ്കിൽ ബുക്കിന്റെ പേരോ അല്ലെങ്കിൽ ബുക്കിന്റെ ഫസ്റ്റ് ലെറ്ററോ ഓതറിന്റെ ഫസ്റ്റ് ലെറ്ററോ അല്ലെങ്കിൽ അതിന്റെ കോഡ് നമ്പറോ അങ്ങനെ എന്ത് കാര്യങ്ങൾ അടിച്ചു കൊടുത്താലും ചിലപ്പോൾ നമുക്ക് സെർച്ച് ചെയ്യാൻ പറ്റിയേക്കാം. Referenceability means the text prosperity to the intertextual linking as well as a degree to the പാട്ട്. ഇപ്പൊ നമ്മളൊരു പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്. അപ്പൊ ആ പുസ്തകത്തില് കുറച്ച് കാര്യങ്ങളെ നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളെ കുറിച്ചുള്ളെങ്കിൽ ചിലപ്പം ആ പുസ്തകത്തിന്റെ ഇന്ന പുസ്തകത്തിൽ അതിനെ കുറിച്ച് ഡീപ്പായിട്ട് പറഞ്ഞിട്ടുണ്ട് എന്നുള്ള ലിങ്ക് നമുക്ക് കൊടുക്കാൻ പറ്റും. അപ്പൊ റെഫറബിലിറ്റി ഉണ്ട്. ഇന്ന സംഭവം വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, ആക്കട്ടെ അപ്പൊ നമുക്ക് എന്ത് ചെയ്യും, നമ്മളെ റെഫർ ചെയ്തിട്ട് ലിങ്കിലൂടെ നമുക്ക് വേറെ ഒരു സോഴ്സിലേക്ക് നമ്മളെ കൊണ്ടുപോകാൻ ഈ ബുക്കിലൂടെ നമുക്ക് പറ്റിയേക്കാം. മറ്റൊന്ന് നമ്മൾ ആ പുസ്തകം തെരഞ്ഞു പിടിച്ചിട്ടുണ്ടേ. അപ്പൊ ഇവിടെ അതിന്റെ ആവശ്യമൊന്നുമില്ല. അതിന്റെ അടിയിൽ തന്നെ റെഫറൻസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവരോട് അല്ലെങ്കിൽ അതിനെ കുറിച്ചുള്ള അറിയാവുന്ന ആളുകളോട് അല്ലെങ്കിൽ ആ പുസ്തകമോ വായിക്കാൻ നമുക്ക് പറ്റിയേക്കാം.
അതുപോലെ തന്നെ ഹൈബ്രിഡിറ്റി, ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് ചെയ്യാം. Why can say composed natural book being composed of various, why can say discourses, field, source and textual formalities formation. ഏത് ടെക്സ്റ്റ് ഫോർമാറ്റിലേക്കും ഇപ്പൊ മലയാളമാണെങ്കിൽ അത് ട്രാൻസ്ലേറ്റ് ചെയ്യാനും, ഇംഗ്ലീഷ് ആണെങ്കിൽ അത് ട്രാൻസ്ലേറ്റ് ചെയ്യാനും, പല ലാംഗ്വേജുകളിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാനും, പല ഫോർമാറ്റുകളിൽ അതിൽ യൂസ് ചെയ്യാനും, ഏത് ഫീൽഡ് ഇങ്ങോട്ടും ഇങ്ങോട്ടും ഷിഫ്റ്റ് ചെയ്യാനൊക്കെ സൗകര്യങ്ങൾ ഈ ബുക്കുകളിൽ ഉണ്ട്. അത് സെറ്റ് ചെയ്യാനൊക്കെ പറ്റും. മീൻസ് കുറച്ചും കൂടി പറഞ്ഞാൽ ഫ്ലെക്സിബിൾ ആണ് എന്ന് തന്നെ പറയാം. അപ്പൊ ഇതൊക്കെയാണ് പ്രധാനമായിട്ടും എന്തിനെ കുറിച്ച് പറയാനുള്ളത്, നമ്മുടെ യുനോ ഈ ബുക്കിനെ കുറിച്ച് പറയാനുള്ളത്. ഈ ബുക്കിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഒന്ന് ടാൻസിബിലിറ്റി, രണ്ടാമത്തെ ബ്രൗസബിലിറ്റി, മൂന്ന് സെർച്ചബിലിറ്റി, 4 റെഫറൻസബിലിറ്റി, 6 ഹൈബ്രിഡിറ്റി, ദാറ്റ് മീൻസ് ഫ്ലെക്സിബിൾ. അപ്പൊ ഇതൊക്കെയാണ് പറയുന്നത്. ഇനി നമ്മൾ പറയുന്ന അഡ്വാൻറ്റേജസ് ആണ്. ഈ ബുക്കിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്, ഈ ബുക്കിന് എന്തൊക്കെ സ്പെഷ്യാലിറ്റിയാണ്. ഒന്ന്, ലോ അപ്ഡേറ്റ് കോസ്റ്റ് എന്നുള്ളത്. നമുക്ക് ഒരു ബുക്ക് അപ്ഡേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്കിപ്പോ എന്റെ ഈ PDF അല്ലെങ്കിൽ PPT എനിക്ക് ഇതിൽ അപ്ലോഡ് ചെയ്യാൻ ഒരു ചെലവും ഇല്ല. കാരണം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആർക്ക് വേണമെങ്കിലും സെർച്ച് ചെയ്താൽ കിട്ടാവുന്ന ലെവലിലേക്ക് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, അപ്ലോഡ് ചെയ്യാം വിത്തൗട്ട് എനി കോസ്റ്റ്. ഓക്കെ, പ്രത്യേകിച്ച് പറയേണ്ട കാര്യമുള്ള മൾട്ടിമീഡിയ ഫോർമാറ്റ് ഏത് രീതിയിലും ഇപ്പൊ പിക്ചറൈസ് ചെയ്യണോ, വൈകൻസ് ആനിമേറ്റ് ചെയ്യണോ, വി ക്യാൻ ഡു ദാറ്റ് ഇൻ ദ ഇ ബുക്ക്. അല്ലെ, കളർഫുൾ ആക്കാൻ പറ്റും. ഒരു കഥയും ഒരു വീഡിയോ ഒക്കെ നമുക്ക് വേണമെങ്കിൽ ഈ ബുക്കിൽ അപ്ലോഡ് ചെയ്യാൻ പറ്റുമെന്ന് മനസ്സിലാക്കി വെക്കുക. ദെൻ സെർച്ചബിൾ ആണ്. ദാറ്റ് മീൻസ് ഏത് കാര്യവും എപ്പോൾ വേണമെങ്കിലും, അത് ഇതിന്റെ സ്പെഷ്യാലിറ്റിയാണ്, പറയേണ്ട ആവശ്യമില്ല. ഏത് ബുക്കും നമുക്ക് ഇന്റർനെറ്റിൽ സെർച്ച് ചെയ്താൽ കിട്ടുന്നു എന്നുള്ളത് ഒരു സ്പെഷ്യാലിറ്റിയാണ്. കൺവീനിയൻസ് ആണ്, എപ്പോൾ വേണമെങ്കിലും എടുത്ത് വായിക്കാൻ നമുക്ക് പറ്റിയേക്കാം. അതുപോലെ പോർട്ടബിൾ ആണ്. ദാറ്റ് മീൻസ് ഏത് രീതിയിലേക്കും ഏത് ഫോർമാറ്റിലേക്കും നമുക്ക് മാറ്റാൻ പറ്റും. ആൻഡ് അതുപോലെ തന്നെ ലെസ് സ്പേസ്. നമ്മൾക്ക് നമ്മൾ കുറെ ബുക്കുകൾ വായിക്കുന്ന ആളാണെങ്കിൽ ഒരു മാസം 10 ബുക്ക് വായിക്കുന്നതാണെങ്കിൽ ആ 10 ബുക്ക് വെക്കാൻ, അല്ലെങ്കിൽ ഈ ബുക്കുകളൊക്കെ വാങ്ങി അത് വെക്കാനുള്ള സെൽഫുകൾ നമ്മളെടുത്ത് വേണമെന്നില്ല. കാരണം അങ്ങനെ ഒരു സ്പേസിന്റെ ആവശ്യമില്ല, സ്പേസ് കുറവാണ്. അല്ലെങ്കിൽ കുറച്ച് മെമ്മറി യൂസ് ചെയ്താൽ മതി. നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ അത് പ്രിന്റ് ചെയ്ത് വെക്കാനുള്ള സൗകര്യമുണ്ട്. ആവശ്യാനുസരണം ആവശ്യമുള്ളത് മാത്രം നമുക്ക് പ്രിന്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇന്ററാക്ടിബിലിറ്റി. എന്തെങ്കിലും കാര്യങ്ങൾ നമുക്ക് അറിയില്ലെങ്കിൽ അത് ഇന്ററാക്ട് ചെയ്യാനും മറ്റുള്ള കാര്യങ്ങൾക്കും വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങളും കൂടി ഇതിലുണ്ട് എന്നും കൂടി മനസ്സിലാക്കി വെക്കുക. ദാറ്റ് മീൻസ് റീഡർ ക്യാൻ ആൾസോ ടേക്ക് നോട്ട്സ്, അണ്ടർലൈൻ, ബുക്ക് മാർക്സ്, പേജസ്, സെർച്ച് ആൻഡ് ഗെയിൻ എക്സ്ട്രാ ഇൻഫർമേഷൻ ത്രൂ ദ ഹൈപ്പർ ലിങ്ക്. ലിങ്കുകൾ ഉപയോഗിച്ചിട്ട് നമുക്ക് പുതിയ ഇൻഫർമേഷൻസ് കിട്ടാനും, അതുപോലെ തന്നെ നോട്ട് മറ്റുള്ള കാര്യങ്ങളും അണ്ടർലൈൻ ചെയ്ത് വെക്കാനൊക്കെ ഉള്ള സൗകര്യങ്ങൾ ഇതിലുണ്ട്. അത് സേവ് ചെയ്ത് വെക്കാനുള്ള സൗകര്യമുണ്ട്. പേഴ്സണലൈസേഷൻ, നമുക്ക് ആവശ്യമുള്ള ബുക്ക് മാത്രം നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ, ബാക്ക് ലൈറ്റിംഗ് ആൻഡ് ഇൻക്രീസ് ആൻഡ് ഡിക്രീസ് ഓഫ് ഫോണ്ട് സൈസ്. ആവശ്യമുള്ള സംഭവങ്ങൾ, ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യങ്ങൾ നമുക്ക് വൈകൻസ് കോട്ട് ചെയ്ത് വെക്കാൻ പറ്റും. അതുപോലെ തന്നെ ഈ യൂസേഴ്സിന് അതിൽ പ്രത്യേക ശ്രദ്ധ കൊണ്ടുവരാൻ നമുക്ക് ഈ ബുക്കിലൂടെ പറ്റും. വേണമെങ്കിൽ നമുക്കത് റെഡിങ്ങിലും മറ്റുള്ള കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തൂടെ. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് അവരെ അട്രാക്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് യൂസേഴ്സിന്. add-ons means e-book and a searchable text, ഡിക്ഷണറി ആണ് അത് ഫീച്ചർ. നമുക്ക് വേണമെങ്കിൽ ആഡ് ഓൺ ചെയ്യാം പുതിയ സോഫ്റ്റ്വെയർ. അപ്പൊ നമുക്ക് ഏതെങ്കിലും വൈകൻസ് കാര്യങ്ങളുടെ അർത്ഥം അറിയില്ലെങ്കിൽ ഡിക്ഷണറിന്റെ കൂടെ നമുക്ക് വേണമെങ്കിൽ ആഡ് ഓൺ ചെയ്യാം. ദാറ്റ് മീൻസ് പുതിയ സോഫ്റ്റ്വെയറോ പുതിയ കാര്യങ്ങളോ നമുക്ക് അതിന്റെ കൂടെ എന്ത് ചെയ്യാം, ആഡ് ചെയ്യാൻ പറ്റും. എക്സ്ട്രാ നമുക്ക് അതിന്റെ കൂടെ അറ്റാച്ച് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിച്ച ആഡ് ഓൺസ് എന്ന് പറയുന്നത്. സോഫ്റ്റ്വെയറുകൾ പോലെ തന്നെ അപ്പൊ നമുക്ക് കാൽക്കുലേഷൻസ് നടത്താനുണ്ടെങ്കിൽ അതിന് കാൽക്കുലേറ്ററും കൂടി നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഈ ബുക്കിൽ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. സോ ലൈക്ക് ദാറ്റ്. നോ ഷിപ്പിംഗ് കോസ്റ്റ്, പറയേണ്ട ആവശ്യമില്ല. നമുക്ക് ചെലവില്ല കൊണ്ടുവരാനോ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റോ ആ ചെലവൊന്നും നമുക്ക് വരില്ല. അതുപോലെ എൻവയോൺമെന്റൽ ഫ്രണ്ട്ലി ആണ്. ഓക്കെ, പേപ്പർ ഉണ്ടാകുന്നതുകൊണ്ടോ അല്ലെങ്കിൽ അതിന്റെ കവർ കത്തിപ്പോവാതിരിക്കുന്നതുകൊണ്ടോ അതിങ്ങനെ കറന്ന് പരന്ന് കിടക്കുക, അങ്ങനെ ഇങ്ങനെ കച്ചറാവുക, ഓക്കെ, തുരുമ്പ് പിടിക്കുന്നതോ ചെതല് തിന്നുന്ന കേസോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇതിലില്ലല്ലോ. ഓക്കെ, ഇതൊക്കെയാണ് ഈ ബുക്കിന്റെ ഗുണങ്ങൾ എന്ന് മനസ്സിലാക്കുക. നെക്സ്റ്റ് വൺ, ഡിസ്അഡ്വാൻറ്റേജസ് ഏതൊക്കെയാണെന്നുള്ളതാണ്. ഓക്കെ, നോട്ട് കൺവീനിയന്റ് ടു റീഡ്. ഓക്കെ, പറയേണ്ട കാര്യമില്ലല്ലോ. ഓക്കെ, എപ്പോഴും എല്ലാവർക്കും എന്ത് ചെയ്യണം എന്നില്ല, അത് വായിക്കാൻ എളുപ്പമാവണമെന്നില്ല. ഓക്കെ, അതുപോലെ പ്രിഫർ പ്രിന്റഡ്. ചില ആളുകൾ പ്രിന്റഡ് ഫോം മാത്രമാണ് പ്രിഫർ ചെയ്യുന്നത്. അപ്പൊ അതിന്റെ ഒരു പരിമിതിയാണ്. ചിലത് നമുക്ക് പ്രിന്റ് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നത്. അതുപോലെ പൈറസി എന്ന് പറയുന്നത് വൈകൻസ് പലപ്പോഴും നമ്മൾ വേൾഡ് വൈഡ് നമുക്ക് ഈ പറയുന്ന പുസ്തകം നമുക്ക് ഇ ബുക്ക് ആണെന്നുണ്ടെങ്കിൽ ഇന്റർനെറ്റിൽ അപ്ലോഡ് ചെയ്യുന്ന ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും എടുത്ത് ഉപയോഗിക്കാൻ പറ്റും. അപ്പൊ അതിന്റെ സെക്യൂരിറ്റി പ്രോബ്ലംസ് ആൾറെഡി ഉണ്ട് എന്നുള്ളതാണ്. ആര് വേണമെങ്കിലും അത് എടുത്തിട്ട് എഡിറ്റ് ചെയ്യുകയും അത് അപ്ഡേറ്റ് ചെയ്യുകയും
അത് പുതുതായിട്ട് പുതിയ വേർഷനുകളിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയും അത് മോഷ്ടിക്കപ്പെടാനുള്ള സാധ്യതകൾ വരെ ഉണ്ട് എന്നുള്ള, കോപ്പി ചെയ്യാനും എഡിറ്റ് ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. അപ്പൊ അതൊരു വൈകൻസെ ഇതിന്റെ വലിയൊരു പോരായ്മയാണ്. അതുപോലെ കോസ്റ്റ്ലി ആണ്. ബെസ്റ്റ് സെല്ലർ ബുക്ക്, ബെസ്റ്റ് സെല്ലേഴ്സ് പോലുള്ള ബുക്കുകൾ, ഐ മീൻ ബെസ്റ്റ് സെല്ലർ എന്ന് പറയുന്ന ഒരു ബുക്കിന്റെ പേരൊന്നുമല്ല, ഏറ്റവും കൂടുതൽ വിറ്റഴിക്കുന്ന ബുക്കുകൾ നമ്മൾ വിളിക്കുന്ന പേരാണ് ബെസ്റ്റ് സെല്ലർ എന്ന് പറയുന്നത്. ഈ ബുക്കുകൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ബുക്കുകൾ നമുക്ക് പലപ്പോഴും ഫ്രീ ആയിട്ട് അവൈലബിൾ അല്ല. നമ്മുടെ മാർക്കറ്റിൽ ഇന്റർനെറ്റിലാണെങ്കിൽ പോലും ഫ്രീ ആയിട്ട് അവൈലബിൾ അല്ല. അപ്പൊ അത് നമ്മളെ ചെലവ് കൂട്ടുന്ന ഒരു കാര്യമാണ്. അങ്ങനെയുള്ള ബുക്കുകൾ ഫിസിക്കലി വാങ്ങുന്ന അതേ ചെലവ് തന്നെ ചിലപ്പം എന്ത് ചെയ്യും, ഓൺലൈനിൽ നമ്മൾ ത്രൂ വാങ്ങുമ്പോൾ നമുക്ക് വരാറുണ്ട്. നോട്ട് കോമ്പാക്റ്റബിൾ വിത്ത് കമ്പ്യൂട്ടർ ഓർ ഡിവൈസ്. പലപ്പോഴും എല്ലാവരുടെയും പറയുന്ന ഈ സോഫ്റ്റ്വെയറുകൾ, പല ഈ ബുക്കുകളും സോഫ്റ്റ്വെയറുകളും അതുപോലെ തന്നെ എന്താ പറയുക പ്ലാറ്റ്ഫോമുകളൊക്കെയാണ്. ആ പ്ലാറ്റ്ഫോമുകൾ ഒരുപക്ഷെ നമ്മുടെ മൊബൈൽ ഫോണുകളിലോ അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഡിവൈസിലോ സപ്പോർട്ടബിൾ ആവണമെന്നില്ല. അതുപോലെ റിസ്ക് കൂടുതലാണ് ഓൺലൈൻ ആകുമ്പോൾ. കാരണം ഓൺലൈൻ ത്രൂ പേയ്മെന്റുകളും മറ്റുള്ള കാര്യങ്ങളൊക്കെ നടത്തുമ്പോൾ ഒരുപക്ഷെ നമ്മൾ എന്ത് ചെയ്യാം, ഹാക്ക് ചെയ്യപ്പെടുകയും നമ്മളെ പേഴ്സണൽ ഡാറ്റാസ് യൂസ് ചെയ്യപ്പെടുകയും ചെയ്യുന്ന ഒരു കേസുകളുണ്ട്. നോട്ട് ആൾ ഫോർമാറ്റ് ആർ കോമ്പാറ്റബിൾ വിത്ത് റീഡേഴ്സ്. അത് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. ഇനി നമ്മൾ പറയുന്നത് ക്യാൻകേഴ്സ് ഐ സ്ട്രെയിൻ ഉണ്ടാവും. ഇപ്പൊ നമ്മളിങ്ങനെ ഈ ടെലിവിഷന്റെ മുന്നിലും അല്ലെങ്കിൽ കമ്പ്യൂട്ടറിന്റെ മുന്നിലും മൊബൈലിന്റെ മുന്നിലൊക്കെ ഇരിക്കുമ്പോൾ നമുക്ക് കണ്ണിന് വേദന ഉണ്ടാവുന്നില്ല. കാരണം ഒരു പുസ്തകം വായിക്കുന്നതിനേക്കാളും ബുദ്ധിമുട്ടാണ് ഒരുപക്ഷെ നമ്മൾ ഓൺലൈനിൽ യൂസ് ചെയ്യുമ്പോൾ. ഒരുപാട് സമയം അങ്ങനെ വായിച്ചിരിക്കുമ്പോൾ ഒരു നോവലൊക്കെ ഇരുന്ന് വായിക്കണം എന്നുണ്ടെങ്കിൽ ദാറ്റ് ഷുഡ് ബി ടു ടൈം എടുക്കും. അപ്പൊ അത് പ്രശ്നമാണ്, കണ്ണിന് പ്രശ്നം ഉണ്ടാവും. ഡു നോട്ട് ഹാവ് എ ഡെഫിനറ്റ് ലൈഫ്. പൈകൻസ് എപ്പോഴും നമ്മൾ ഈ പറയുന്ന ഈ ബുക്കിന് അത്ര ലൈഫ് ഒന്നുമില്ല. ചിലപ്പം അവര് എപ്പോൾ വേണമെങ്കിലും ഇന്റർനെറ്റിൽ നിന്ന് റിമൂവ് ചെയ്യപ്പെടുകയും അല്ലെങ്കിൽ ആൾട്ടർ ചെയ്യപ്പെടുകയും എഡിറ്റ് ചെയ്യപ്പെടുകയും പൈസ കൂട്ടുകയൊക്കെ ചെയ്യാം. അപ്പൊ ലൈഫ് കുറവാണ്, ക്യാൻ ബി ഹാക്ക്ഡ്, എപ്പോൾ വേണമെങ്കിലും ഹാക്ക് ചെയ്യാനുള്ള സാധ്യതകളുണ്ട് എന്ന് മനസ്സിലാക്കി വെക്കാം. സോ ദിസ് ഈസ് ആൾ അബൌട്ട് ദിസ്. ഇതൊക്കെയാണ് നമ്മൾ പറഞ്ഞത്. ശ്രദ്ധിക്കുക, ഒന്നും കൂടി പറയാം. നോട്ട് കൺവീനിയന്റ് എന്നുള്ളത് ഹാക്ക് ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. ഡു നോട്ട് ഹാവ് എ ഡെഫിനറ്റ് ലൈഫ് എന്നുള്ളത്. അതുപോലെ തന്നെ എന്താണ്, ഹൈ സ്ട്രെയിൻ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. കോമ്പാക്റ്റബിൾ ആയിട്ടുള്ള ഫോർമാറ്റ് എല്ലാത്തിലും സപ്പോർട്ട് ചെയ്യണമെന്നില്ല, റിസ്ക് കൂടുതലാണ്. അതുപോലെ തന്നെ എന്താണ്, നോട്ട് കമ്പാക്റ്റബിൾ വിത്ത് കമ്പ്യൂട്ടർ ഓൺ ഡിവൈസ് എന്നുള്ളത്. അതുപോലെ തന്നെ കോസ്റ്റ്ലി ആണ്. ബെസ്റ്റ് സെല്ലേഴ്സ് ഒക്കെ വാങ്ങുമ്പോൾ നമുക്ക് ചിലവ് കൂടുതലാണ്. പൈറസി റിസ്ക് കൂടുതലാണെന്നർത്ഥം. അതുപോലെ പ്രിഫർ പ്രിന്റഡ് ടെസ്റ്റ്. കൂടുതൽ ആളുകളും പ്രിന്റഡ് ടെസ്റ്റ് ഫോർമാറ്റ് ഫോളോ ചെയ്യുന്ന ആളുകളാണ്. എല്ലാ നോട്ട് കൺവീനിയന്റ് ടു റീഡ് എന്നുള്ളതാണ്. റീഡ് ചെയ്യാൻ അത്ര കൺവീനിയന്റ് ആവണമെന്നില്ല, കാരണം കണ്ണിന് ഈ പറയുന്ന പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം. See that I told you. Come to next point. വിത്ത് ഫ്രീ ബുക്കുകൾ ഏതൊക്കെയാണെന്നുള്ളതാണ്. ഏതൊക്കെയാണ് സൈറ്റ് വിത്ത് ഫ്രീ ബുക്സ്, ഫ്രീ ബുക്സ് അവൈലബിൾ ആയിട്ടുള്ള സൈറ്റുകൾ? ഒന്ന് പ്രൊജക്ട് ഗട്ടർബർഗ് എന്ന് പറയുന്നതുണ്ട്. ഇതൊക്കെ ഓരോരോ ബുക്കുകളാണ്. എവിടെയാണെന്നുള്ളതാണ്, മീൻസ് സൈറ്റ് വിത്ത് ഫ്രീ ബുക്സ്. അതായത് ഒന്ന് ഈ പ്രൊജക്ട് ഗട്ടർബർഗ്സ് എന്ന് പറയുന്നത് ഒരു ഏകദേശം 16,000-ഓളം ഫ്രീ ബുക്കുകൾ ഉണ്ട് എന്നുള്ള ഓൺലൈനിൽ നമുക്ക് കാണാൻ പറ്റുന്നു. ഓഫ്ലൈൻ റീഡിങ്ങിന് അവൈലബിൾ ആണ്. ഓഫ്ലൈൻ റീഡിങ്ങിന് അവൈലബിൾ ആണ് നമ്മൾ ഈ പറയുന്ന ഇത്. പിന്നെ അതേപോലെ തന്നെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഒരു കാര്യം കൂടി എന്ന് പറയുന്നത്, ഈ ഓരോന്നും ഞാൻ പറയാം. ഈ ബുക്കിന്റെ കാര്യം നമ്മൾ പറഞ്ഞു. തന്നെ ഗൂഗിൾ ബുക്കുകൾ ഉണ്ട്. ഗൂഗിൾ ബുക്കിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഫ്രീ ആയിട്ട് ഗൂഗിളിൽ ഹൺഡ്രഡ്സ് അല്ലെങ്കിൽ എന്താ പറയാ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ബുക്കുകൾ നമ്മളെ എവിടെ അവൈലബിൾ ആണ്? നമ്മൾ ഈ പറയുന്ന ഗൂഗിൾ എന്ന് പറഞ്ഞിട്ട് ബുക്സ് എന്ന് പറഞ്ഞിട്ട് തന്നെ ഉണ്ട്, അതിൽ അവൈലബിൾ ആണ്. പിന്നെ ഓ ഈഗലി ബുക്സ് എന്ന് പറയുന്നതിൽ മോസ്റ്റ് റെക്കഗ്നൈസ്ഡ് കമ്പ്യൂട്ടർ ബുക്ക് പബ്ലിഷർ ആണ് ഓർഗിലി എന്ന് പറയുന്നത്. ഒരുപാട് കമ്പ്യൂട്ടർ റിലേറ്റഡ് ബുക്കുകൾ ഉണ്ട്. കമ്പ്യൂട്ടർ റിലേറ്റഡ് ആയിട്ടുള്ള ബുക്കുകൾ അവൈലബിൾ ആണ്, ഫ്രീ ആയിട്ട് തന്നെ അവൈലബിൾ ആണ്. അതുപോലെ ബുക്ക് ബൂം ഉണ്ട്. ബുക്ക് ബൂംസിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും പലതരത്തിലുള്ള ഡിഫറെന്റ് ബിസിനസ് അല്ലെങ്കിൽ സ്കൂൾ ടെക്സ്റ്റ് ബുക്കുകൾ, ട്രാവലർ ബുക്കുകൾ. ആ PDF ഫോമിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ കമ്പ്യൂട്ടർ സയൻസിന് വേണ്ടിയിട്ട് മാത്രമുള്ള ഗീറ്റ് പോസ്റ്റ് ദാറ്റ് കണ്ടെയ്ൻ സം ഓഫ് ദ ബെസ്റ്റ് ഫ്രീലി അവൈലബിൾ കമ്പ്യൂട്ടർ സയൻസ് റിലേറ്റഡ് ബുക്കുകൾ അവൈലബിൾ ആണ് 25ഓളം. അതുപോലെ വിക്കി ബുക്സ് ഉണ്ട്. എക്സലന്റ് സർവീസ് ബൈ വിക്കിമീഡിയ, അല്ലെ? വിക്കിമീഡിയ പ്രൊവൈഡ് ചെയ്യുന്നതാണ്.
ഒരുപാട് ഇതേപോലെ ബുക്കുകൾ ഉണ്ട്. എഡിറ്റ് ചെയ്യാനും മറ്റുള്ളവർക്ക് യൂസ് ചെയ്യാനും പറ്റുന്ന രീതിയിലുള്ള ബുക്കുകൾ നമ്മളെ വിക്കി ബുക്കിൽ അവൈലബിൾ ആണ്. വിക്കിമീഡിയ ആണ് അത് പ്രൊവൈഡ് ചെയ്യുന്നത്. ഫ്രീ ബുക്ക് ഫോർ ഡോക്ടേഴ്സ് ഉണ്ട്, അത് പറയേണ്ട കാര്യമില്ല. ഓക്കെ, ഒരുപാട് ഫ്രീ മെഡിക്കൽ ആൻഡ് മെന്റൽ റിലേറ്റഡ് ബുക്സുകൾ ഉണ്ട്. അതുപോലെ ദേവ് ഫ്രീ ബുക്സ് ഉണ്ട്. ദേവ് ഫ്രീ ബുക്സ് എന്ന് പറയുന്നത് വെൽ ഓർഗനൈസ്ഡ് കളക്ഷൻ ഓഫ് ബുക്സ് ആണ്. ദാറ്റ് മീൻസ് കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ബുക്കുകളാണ് ഇതൊക്കെ. അതുപോലെ തന്നെ ഷിയാവുലു ഉല എന്ന് പറയുന്ന ബുക്ക് ഉണ്ട്. ഗുഡ് പ്ലേസ് ഫോർ ഫൈൻഡ് ദ മോഡിഫൈഡ് ഹൈസ്കൂൾ സയൻസ് ബുക്കുകളാണ്. സയൻസ് ബുക്കുകൾ കിട്ടുന്നതാണ്. അപ്പൊ ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ഫ്രീ ഇ ബുക്കുകൾ അവൈലബിൾ ആകുന്ന സൈറ്റുകൾ അല്ലെങ്കിൽ പ്ലാറ്റ്ഫോമുകൾ എന്ന് മനസ്സിലാക്കാം. അപ്പൊ ഇവരൊക്കെ നമുക്ക് ഫ്രീ ബുക്സുകൾ, ഇ ബുക്കുകൾ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ബേസിക്കലി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള എന്തിനെ കുറിച്ച്, എക്സ്പെഷ്യലി വി ഷുഡ് ഹൗ ടു ഡിസ്കസ് അബൌട്ട് ഇ ബുക്കിനെ കുറിച്ചും അതുപോലെ തന്നെ ഡിജിറ്റൽ ഏജിനെ കുറിച്ചും ഡിജിറ്റൽ ഏജ് ലേണേഴ്സിനെ കുറിച്ചും നമുക്ക് പറയാനുള്ളത്. അപ്പൊ ഓക്കെ, തൽക്കാലം നമ്മൾ എന്ത് ചെയ്യാണ്, ഇവിടെ പറയാണ്. ഇത്രയും കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ ഡിജിറ്റൽ ഏജ് ലേണേഴ്സിനെ കുറിച്ച് പറയാനുള്ളത്. ഓക്കെ, ഇനി വീണ്ടും നമുക്ക് കാണാം അടുത്ത ഓഡിയോ ഇൻ ഇ ലേണിംഗ് എന്ന് പറയുന്ന ഭാഗവുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. പിന്നെ നമ്മൾ മുന്നത്തെ ക്ലാസ്, ഈ ചാപ്റ്ററിന്റെ മുന്നത്തെ ക്ലാസ് ഞാൻ കമന്റ് ബോക്സിൽ എന്ത് ചെയ്യാം, അതിന്റെ ലിങ്ക് ഇടാം. ഇനി കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടി കാണുക, കാരണം അതിന്റെ തുടർച്ചയാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. അപ്പൊ എനിവൈസ് എല്ലാവർക്കും നന്ദി, നമസ്കാരം.